പിന്നെ തംസപ്പെട്ട് പോയാൽ പോരാ, ക്ലാസ്സിൽ ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ എല്ലാവരും. ചെറുപ്പറ മൈക്ക് തുറക്കുക, വർത്താനം പറയാ, ഡിസ്കസ് ചെയ്യുക. ഏതായാലും നമുക്ക് കുറച്ചുകൂടെ കൂടി വെയിറ്റ് ചെയ്യാം, ആൾക്കാർ കയറിക്കോട്ടെ. നിങ്ങൾക്ക് എന്താ എക്സാം? മറ്റന്നാൾ. പഠിച്ചോ? ഇല്ല. ചായ കുടിച്ചെല്ലാരും? എല്ലാരും സംസാരിക്കണം കേട്ടോ, ആരിങ്ങനെ മിണ്ടാതിരിക്കുന്ന ഉണ്ടാവരുത്. പിന്നെ എന്റെ ക്ലാസ് അങ്ങനെയാണ്. പൊതുവെ ഞാൻ സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനും എടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ ക്ലാസ്സിൽ കയറിയിരിക്കുമ്പോൾ അറിയും, ഫുൾ ടൈം സംസാരം, നമ്മൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതുപോലെ ആയിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മതി, ആ സാധനം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സാം എഴുതുന്ന നേരത്ത് ആ ക്ലാസ്സിൽ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മയെങ്കിലും നമുക്ക് വരും. നമുക്കൊരു 7:40 വരെ കാത്തു നോക്കല്ലേ, കയറുന്നവർക്ക് കയറിക്കോട്ടെ. ക്ലാസ് ഒക്കെ കേട്ടോ? ഓക്കെ. ഇതില് ഫസ്റ്റ് ഇയേഴ്സ് അല്ലാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടോ? ഫസ്റ്റ് ഇയേഴ്സ് ആയിരിക്കും കൂടുതൽ എന്നാണ് എന്നോട് പറഞ്ഞത്. ഫസ്റ്റ് ഇയേഴ്സ് അല്ലാത്തവരുണ്ട് അതില്? സെക്കൻഡ് ഇയർ ഒരാളുണ്ട്. സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനുമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് എടുത്തില്ല. പിന്നെ നിങ്ങൾ എന്താ പറയാ, മൈക്ക് ഓണാക്കി ആക്റ്റീവ് ആവണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസിന്റെ PPT പ്രസന്റ് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളെ ചാറ്റ് ഒന്നും എനിക്ക് കാണൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ വോയിസ് ബ്രേക്ക് ആവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ലാരിഫൈ ആവാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, അപ്പം തന്നെ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണം. ഓക്കെ? വേറെന്താ, സുഖല്ലേ എല്ലാവർക്കും?
സബ്ജക്ട് എങ്ങനെ ഈസി ആണോ ടഫ് ആണോ? ടഫാണ് സർ. ടഫ് ആണെന്നോ? ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഈസിയാണ്. അത് എല്ലാ സബ്ജക്ട്സ് അങ്ങനെയല്ലേ? അങ്ങനല്ല, പഠിക്കാൻ ഇരുന്നാലും പഠിച്ചാൽ കൂടെ പോകും, അങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല, അതാ പ്രശ്നം. അതാണ് നമ്മളൊക്കെ പ്രശ്നം, നമ്മൾ പഠിക്കാനിരിക്കൂല. ഒരു 3 മിനിറ്റ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിച്ചോളിട്ടു. ഇതിപ്പോ സെക്കൻഡ് ഇയറിന്റെ ക്ലാസ് ആണോ? സെക്കൻഡ് ഇയർ അല്ലല്ലോ, ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്. ഓ സോറി, അപ്പൊ ഞാൻ ബാക്ക് അടിക്കുകയാണ്. ക്ലാസ് സെക്കൻഡ് ഇയറിന്റെ ഉണ്ടാവോ സർ? ഏതാ സബ്ജക്ട് ഏതാ? സൈക്കോളജി തന്നെ. സബ്ജക്റ്റോ? അത് നോക്കണം എനിക്ക്, ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കല്ലേ. സബ്ജക്ട് വൈസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്, ഓരോ സബ്ജക്ട് അനുസരിച്ച്. ഇപ്പൊ ഇന്നലെ സോഷ്യൽ സൈക്കോളജി ഡിസ്കസ് ചെയ്തു സെക്കൻഡ് ഇയേഴ്സിന്റെ. പിന്നെ ഇന്ന് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ്, അത് ഫസ്റ്റ് ഇയറിന്റെ സബ്ജക്ട് ആണ്. സബ്ജക്ട് വൈസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ സർ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ് കയറാം. ഓക്കെ, ഇത് നോക്കിയിട്ട് വന്നാൽ മതി അല്ലേ? സബ്ജക്ട് നിങ്ങളെ ലിങ്കിനൊപ്പം തന്നെ സബ്ജക്ട് ഉണ്ടാവും. അപ്പൊ ആ സബ്ജക്ട് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്ന പേപ്പർ ആണെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്ത് വന്നാൽ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഈ സബ്ജക്ട് ടഫ് ആണെന്ന് പറയാൻ കാരണം എന്താ? പഠിക്കാത്തോടെ തോന്നണോ? എക്സാം വലിയ സീനിയല്ലേ, എക്സാം പേപ്പർ കുഴപ്പമില്ലായിരുന്നു അറിയൂ. ക്വസ്റ്റ്യൻ ഫുൾ സെറ്റ് ചെയ്താൽ അപ്പൊ ആൻസറെ കുറിച്ച് ചോദിക്കില്ലല്ലോ. പിന്നെ ആൻസറും പറഞ്ഞിട്ടില്ലേ? അന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ 7:40 മെല്ലെ ഇങ്ങനെ തുടങ്ങിയാലോ? കൈ പൊന്തിച്ചിരിക്കുന്നു, എന്തിനാണ്? സോറി സാർ, അത് അറിയാണ്ട് വന്നു. പിന്നെന്താ, നമുക്ക് ഇങ്ങനെ നൈസായിട്ട് മെല്ലെ തുടങ്ങാം. ഞാൻ ജസ്റ്റ് നിന്നെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഇതുവരെ ഇന്ററാക്ഷൻ ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഇതുവരെ ക്ലാസ് എടുക്കാത്തത് കൊണ്ടും ആരാണ് എന്നുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കേണ്ട. പിന്നെ എന്റെ പേര് അൻഷാദ് യാസീൻ എന്നാണ്. ഞാന് മലപ്പുറം ജില്ലയിൽ ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. പിന്നെ MSc സൈക്കോളജി ആണ് ചെയ്തത്. OB ആണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇഗ്നോ തന്നെ എന്റെ ഡിഗ്രി കഴിഞ്ഞതും, അതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും ഇഗ്നോന്റെ എക്സാമിന്റെ പാറ്റേണും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും ഒക്കെ നന്നായിട്ട് അറിയാം. എങ്ങനെ ആൻസർ എഴുതാന്നുള്ളതും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലേക്ക് കിടക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും എന്റെ PPT പ്രസന്റ് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ എന്റെ വീഡിയോ ഓഫ് ആവും, പിന്നെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റൂല. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി സംസാരിക്കണം. ഓക്കെ, കാരണം നിങ്ങളെ മെസ്സേജസ് ഇൻകോൾ മെസ്സേജസ് എനിക്ക് കാണാൻ പറ്റൂല, അങ്ങനെ ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക. അതായത് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യലല്ല, മറിച്ച് ഓരോ ചാപ്റ്ററിലും ഒരു 5 വർഷത്തിന്റെ ഇടയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളത് എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കും, പിന്നെ ഓവറോൾ ആ ചാപ്റ്റർ ഒന്ന് റിവിഷൻ എന്നുള്ള രീതിയിലായിട്ട് പോവാം. അതായത് ക്വസ്റ്റ്യൻ ആൻസർ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മറിച്ച് ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളെ എന്താ പറയാ, ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എടുത്ത് മുന്നിൽ വെക്കുക. എനിക്ക് കുറച്ച് ചുമന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ആദ്യം ഒരു സോറി പറയാം. നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സാറിന് സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. പൊളിച്ചു. ഇതിനെ കുറിച്ചൊന്നും വല്ലാണ്ട് പറയണ്ട, സ്റ്റുഡൻസിനൊക്കെ പേടിയാ. ഓക്കെ, എല്ലാവർക്കും സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? സ്ലൈഡ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. സോ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കരിയറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിലേക്ക് കടക്കുന്ന വളരെ ഫസ്റ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. എന്താണ് സൈക്കോളജി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് സൈക്കോളജി ഉണ്ടായത്, പിന്നെ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, അതിലുള്ള തിയറീസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ റിസർച്ച് നടത്തുന്നത്, ഇങ്ങനെ വരുന്ന സൈക്കോളജി എന്താണെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള വെരി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു ബുക്കാണ് ഇഗ്നോയിലെ BPCC 101 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട്. സോ അത് ബേസ് ചെയ്തിട്ടുള്ള അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി നിങ്ങൾക്ക് മൊത്തത്തില് 9 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അതിൽ ഓരോന്നും ഫസ്റ്റ് സൈക്കോളജിന്റെ ഒറിജിൻ പറയുന്നു, പിന്നെ സൈക്കോളജിന്റെ നേച്ചർ ആൻഡ് സ്കോപ്പ് പറയുന്നുണ്ട്, പിന്നെ വരുന്നത് ഓരോ സാധനങ്ങളാണ്. അതായത് സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ പെർസെപ്ഷൻ പറയുന്നുണ്ട്, പിന്നെ അതിന്റെ ടൈപ്സ് കാര്യങ്ങൾ പറയുന്നു, തിങ്കിങ് ആൻഡ് ലാംഗ്വേജ്, പിന്നെ ലേണിംഗ്, മെമ്മറി, മോട്ടിവേഷൻ, ഇമോഷൻ. വളരെ ബേസിക് ആയിട്ടുള്ള ഇത്തരം സാധനങ്ങളാണ് ഈ ഒരു ബുക്കിൽ ഓവറോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 1 കിടക്കുന്ന സമയത്ത് ഫസ്റ്റ് യൂണിറ്റിൽ ഒറിജിൻ ഓഫ് സൈക്കോളജി, ഈ പുസ്തകത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും അതിന്റെ ഹിസ്റ്റോറിക്കൽ ആന്റിസിഡൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തത്തിൽ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഫസ്റ്റത്തെ ഒരു കുറച്ച് ചാപ്റ്റേഴ്സ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് വെച്ചാൽ ജനറൽ സൈക്കോളജിയുടെ അപ്പിയറൻസ്, അതായത് മെമ്മറി എങ്ങനെയാണ് സൈക്കോളജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മെമ്മറി എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത്, പിന്നെ തിങ്കിങ്, ലേണിംഗ്, ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് സൈക്കോളജിയിൽ വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് കുറച്ചുകൂടി കോഗ്നിറ്റീവ് ഫീൽഡിലാണ്, സൈക്കോളജി ആണല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് സൈക്കോളജി ആണ്. ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കുക. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിന്റെ ഡെഫിനേഷൻ തന്നെയാണ്. എന്താണ് സൈക്കോളജി എന്നുള്ള ഡെഫിനേഷൻ, പിന്നെ അതിൽ എങ്ങനെയാണ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ടായിരുന്ന ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്, പിന്നെ അത് സൈക്കോളജി എങ്ങനെയാണ് ഒരു സയൻസ് സബ്ജക്ട് ആയത്. ഈ 3 കാര്യങ്ങളാണ് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇഗ്നോന്റെ എക്സാം ഇതിൽ എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പാറ്റേൺ അറിയുന്നുണ്ടാകും. അതായത് ഇഗ്നോന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ബേസിക്കലി രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ അത് മെയിൻ ഹെഡിങ് ആയിരിക്കും ഒരു ചാപ്റ്ററിലെ, അല്ലെങ്കിൽ ഇതൊരു സബ് ഹെഡിങ് ആയിരിക്കും. അല്ലാതെ ഉള്ളിന്റെ ക്വസ്റ്റ്യൻ വരില്ല. ഓക്കെ, അങ്ങനെ ഉള്ളിന്റെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഒരു ഷോർട്ട് നോട്ട് ഒക്കെ എഴുതാൻ പറ്റിയ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ഒക്കെ ആയിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്കീമ, നിങ്ങൾ സബ്ജക്ട് സോഷ്യൽ സൈക്കോളജി ഒക്കെ പഠിക്കുന്നതനുസരിച്ച് മനസ്സിലാവും. ഈ സ്കീമ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക്സ്, പിന്നെ അതുപോലെ ഇപ്പോ കോംപ്ലയൻസ്, അങ്ങനെ കൺഫോമിറ്റി, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതൊക്കെ സോഷ്യൽ സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകളാണ്. അത് അറിഞ്ഞിരിക്കൽ മസ്റ്റാണ് ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, ചിലപ്പം ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കും. അല്ലാതെ വരുന്ന അധികം ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും, ഒരു 90% ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ഒന്നുകിൽ മെയിൻ ഹെഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ സബ് ഹെഡിങ് ആയിരിക്കും. സോ ഇപ്പൊ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ചോദിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ഏർലി ഡെഫിനിഷൻ ഉണ്ട്, കറന്റ് ഡെഫിനിഷൻ ഉണ്ട്, അതിന്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് ഡിഫൈൻ ദ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി, നിങ്ങൾ സൈക്കോളജി ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അണ്ടറിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റത്തെ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിഫൈൻ സൈക്കോളജി ആൻഡ് ഇറ്റ്സ് സ്കോപ്പ്, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒറിജിൻ ഓർ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. 2022 മുതൽ 22, 23, 24 3 വർഷങ്ങളിലും അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സൈക്കോളജി, എന്തൊക്കെയാണ് സൈക്കോളജിയുടെ സ്കോപ്പ്, പിന്നെ അതിന്റെ ഒറിജിൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി. ബേസിക്കലി അത് ആ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് തന്നെയാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സൈക്കോളജി ആസ് എ സയൻസും സൈക്കോളജി ഇൻ ഇന്ത്യയും.
കുറച്ചും കൂടെ സൈക്കോളജി ഇൻ ഇന്ത്യ ഒന്നും കൂടെ ഫോക്കസ് ചെയ്യുക. കാരണം NEP ഫോളോ ചെയ്യുന്നതുകൊണ്ട്, NEP പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതിൽ കുറച്ചും കൂടെ ഇന്ത്യൻ നോളജ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ രീതികളിൽ നമ്മളെ പഠനം എങ്ങനെയാണ്, ഇപ്പൊ സൈക്കോളജി ആണെങ്കിലും വേറെ ഏത് സബ്ജക്ട് ആണെങ്കിലും ഇന്ത്യൻ ഫീൽഡിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ എങ്ങനെയാണ് അത് ഇമ്പോർട്ടന്റ് എന്നുള്ള സംഭവം ചോദിക്കാറുണ്ട്. അപ്പോ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കുന്നേക്കാൾ നല്ലത് നമുക്ക് ചാപ്റ്റർ വൈസ് റിവിഷനിൽ പോവാം. ഫസ്റ്റ് ഭാഗം ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ആണ്. നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചതുപോലെ ഡിഫൈൻ സൈക്കോളജി. വോയിസ് നന്നായിട്ട് ബ്രേക്ക് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നില്ല. ഒരു മിനിറ്റ്, എനിക്ക് ബ്രേക്ക് ആയിരുന്നു. വോയിസ് ബ്രേക്ക് ആവുണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയാനുണ്ടോ, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവം മിസ്സായി പോകും. ഒരു മിനിറ്റ്. ഇപ്പൊ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. സോ ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം ഡിഫറെന്റ് രീതികളിലാണ് സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സൈക്കോളജി എന്നുള്ള സബ്ജക്ട് വന്നിട്ടുള്ളത്. സോ അതിൽ ഏർലി ഡെഫിനിഷൻസ് ഉണ്ട്, പിന്നെ കറന്റ് ഡെഫിനിഷൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. സോ ഈ ഡെഫിനിഷൻസ് വെച്ചിട്ടാണ് ബേസിക്കലി നമ്മൾ അതിന്റെ നേച്ചറും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും ബിഹേവിയർ ഒക്കെ എഴുതാറുള്ളത്. സോ സൈക്കോളജിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറന്റ് ഡെഫിനിഷൻസ് എടുത്ത് പഠിക്കണം കേട്ടോ. കറന്റ് ഡെഫിനിഷൻസ് പഠിക്കണേ. കറന്റ് ഡെഫിനിഷൻസിൽ കൊടുത്തിട്ടുള്ള സാധനമാണ് സൈക്കോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി, സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബിഹേവിയർ. പിന്നെ അതിൽ തന്നെ നമ്മൾ കൊഗ്നിറ്റീവ് സ്റ്റഡീസും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ് സൈക്കോളജിന്റെ വളരെ റീസെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. അതിൽ ഏർലി ഡെഫിനിഷൻസ് ഉണ്ട്. ഏർലി ഡെഫിനിഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലോസഫിയിൽ നിന്നാണ് സൈക്കോളജി വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഫിലോസഫിക്കലി ഇതിനെയാണ് അവർ സൈക്കോളജി എന്നുള്ള ഫീൽഡിന്റെ ഉള്ളിൽ പെടുത്തിയിരുന്നത്. അങ്ങനെ ഇതൊരു മെറ്റാഫിസിക്കൽ വേൾഡ് ആണ്. ഈ മൈൻഡ്, കോൺഷ്യസ്നെസ്, പിന്നെ അതുപോലെ സോള്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ബേസിക്കലി സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. അങ്ങനെ സോ അതുകൊണ്ടാണ് അങ്ങനത്തെ ഡെഫിനിഷൻസ് ഒക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നീടാണ് പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞ് ഇപ്പോ വില്യം വൂണ്ടും അതുപോലെ വില്യം ജെയിംസും ആറ്റ്കിൻസണും ഹിൽഗാർഡും ഇങ്ങനെ ഒരുപാട് ആളുകൾ സൈക്കോളജിയിൽ വന്നതിന് ശേഷമാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് സ്റ്റഡി ആണെന്നുള്ളത് കണ്ടെത്തുന്നത്. കാരണം നമ്മൾ സയൻസ് ഒരു സബ്ജക്ട് സയൻസ് ആണെന്ന് പറയാൻ എന്തൊക്കെ ക്രൈറ്റീരിയകൾ ആവശ്യമുണ്ടോ ആ ക്രൈറ്റീരിയകളൊക്കെ സൈക്കോളജി മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിസർച്ച് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന തിയറീസ് ആണെങ്കിലും നമ്മൾ പ്രാക്ടിക്കലി അപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ അതൊരു സയന്റിഫിക് മോഡൽ ആയതുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി ബിഹേവിയറും കോഗ്നിറ്റീവ് പ്രോസസ്സും ആയത്. ഓക്കെ. സോ പിന്നെ പറഞ്ഞതുപോലെ നമ്മൾ സോളും കോൺഷ്യസ്നെസ്സും മൈൻഡും മാത്രമല്ല നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, ബിഹേവിയറും പഠിക്കുന്നുണ്ട് കൂടെ. അതിന്റെ കൂടെ ഈ പറയുന്ന കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. പിന്നെ എന്താ പറയാ, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഡെഫിനിഷൻ വെച്ചിട്ടാണ് ബേസിക്കലി നമ്മൾ എന്ത് സാധനത്തിന്റെയും നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതല്. സോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ മെന്റൽ പ്രോസസ്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് നേച്ചർ ഓഫ് ബിഹേവിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഒരുപാട് കാര്യങ്ങൾ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ആണ്. അതിൽ നമ്മുടെ ഉള്ളിലുള്ള ജീൻ ഉണ്ട്, നമ്മുടെ കൾച്ചർ ഉണ്ട്, നമ്മൾ വളർന്നിട്ടുള്ള സോഷ്യൽ എൻവിറോൺമെന്റ് ഉണ്ട്, പിന്നെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഫീലിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്താണ് ബിഹേവിയർ വാരീസ് ഇൻ കോംപ്ലക്സിറ്റി, അല്ലെ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഈസിനെസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുന്നുണ്ട്. പിന്നെ ബിഹേവിയർ ആൾസോ ഷോ സിമിലാരിറ്റീസ് പറയുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ചിലപ്പോൾ ഇതിലുള്ള ഒരാളും ഞാനും വെച്ച് ഇങ്ങനെ എന്റെ സംസാരം കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇയാള് നമ്മളൊരു വേവ് ലെങ്ത് ആണ് എന്നിങ്ങനെ ഫീൽ ചെയ്യില്ലേ? അതെന്തുകൊണ്ടാണ്? ബിഹേവിയർ ആൾസോ ഷോ സിമിലാരിറ്റീസ് എന്ന സംഭവം കൊണ്ടാണ്. പിന്നെ ഒരു ഗോൾ ഡിറക്റ്റീവ് ബിഹേവിയർ ഗോൾ ഡിറക്റ്റീവ് ആയിരിക്കും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഈ പോയിന്റ്സ് വരുന്നത് അല്ലെങ്കിൽ ഇത്തരം നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എഴുതുന്നത് എന്തിന്റെ ബേസിസിലാണ്? സൈക്കോളജിനെ കുറിച്ച്, സൈക്കോളജി എന്ന് പറയുന്ന ഒരു സംഭവത്തെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഒക്കെ കൂടുതൽ ചോദ്യം വന്നൊരു മേഖല എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട്, സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ എങ്ങനെയാണ് വന്നിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൈക്കോളജി എന്ന് പറയുന്നത് 1870-കളിലാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. സോ സൈക്കോളജി എന്ന ടേം വരുന്നത് എവിടുന്നാണ്? ഗ്രീക്കിൽ നിന്നാണ്. സൈക്ക് മീൻസ് സോൾ അല്ലെങ്കിൽ ബ്രീത്ത് എന്നൊക്കെ പറയുന്ന ഒരു സാധനം. ലോഗോസ് മീൻസ് സ്റ്റഡി അല്ലെങ്കിൽ നോളജ്. സോ ഒരു സോളിനെ കുറിച്ചിട്ട്, അതായത് നമുക്ക് നമ്മുടെ പുറത്ത് കാണിക്കുന്ന സാധനങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്.
അല്ലെ? നമ്മുടെ ഉള്ളിലുള്ള നമ്മളെ ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് കാണിക്കും. അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ ചിന്തിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ പിന്നീട് പുറത്ത് കാണിക്കുന്നത്. നമുക്ക് ഉള്ളിൽ സന്തോഷം വരുമ്പോഴാണ് നമ്മൾ പുറത്ത് ചിരിക്കുന്നത്. സോ സൈക്കോളജി എന്ന് പറയുന്നത് ആ ഒരു ബേസിസിലാണ് ഇതിന്റെ ടേം വന്നിട്ടുള്ളത്. പിന്നെ സോ ഈ സൈക്കോളജി എന്ന് പറയുന്ന ടേം ഒരു 19th സെഞ്ചുറി ആണ് കുറച്ചും കൂടെ ഒരു ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു സബ്ജക്റ്റീവ് ഫീൽഡ് ആണെന്നുള്ള രീതിയിലേക്ക് ഇത് മാറുന്നത്. സോ അതിന് മുമ്പ് വരെ സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്യുന്നില്ല, കോമൺ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ 19th സെഞ്ചുറിയിലാണ് ഇതൊരു ഇൻഡിപെൻഡന്റ് സയൻസ് ആയിട്ട് ആളുകൾ അംഗീകരിക്കുന്നത്. പിന്നെ 1879 ഇതൊരു ഇൻഡിപെൻഡന്റ് അക്കാഡമിക് ഡിസിപ്ലിൻ ആയിട്ട് വരുന്നത്. വില്യം വൂണ്ട് നമ്മൾ അറിയാലോ, ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി യൂണിവേഴ്സിറ്റി ഓഫ് ലൈപ്സിഗിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് സൈക്കോളജി ഒരു ഇൻഡിപെൻഡന്റ് സയൻസ് ഡിസിപ്ലിൻ ആയിട്ട് വരുന്നത്. പിന്നെ സോ ഇപ്പൊ വില്യം വൂണ്ടാണ് ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ അത് ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ചോദിക്കൂല, ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഫസ്റ്റ് ഒന്നുകിൽ ഡെഫിനിഷൻ ചോദിക്കും, പിന്നെ അതിന്റെ കൂടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ചോദിക്കും. അതെല്ലാം എന്നുണ്ടെങ്കിൽ പിന്നെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് ചോദിക്കാം. പിന്നെ സൈക്കോളജി ആസ് എ സയൻസ്, എങ്ങനെയാണ് സൈക്കോളജിനെ ഒരു സയൻസ് സബ്ജക്റ്റ് ആയിട്ട് അംഗീകരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡി അത് സയന്റിഫിക് ആണ് അല്ലെങ്കിൽ അത് സയൻസ് ബേസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, അത് മീറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ സൈക്കോളജി ആസ് എ സയൻസ് എന്ന രീതിയിൽ പറയുന്നത്. സോ സൈക്കോളജി ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ സയൻസ് ഓഫ് ബിഹേവിയർ അല്ലെ? അപ്പോ സയൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? കൃത്യമായ ഒബ്സർവേഷനിലൂടെ, കൃത്യമായ ഡാറ്റ അനാലിസിസിലൂടെ, കൃത്യമായ മെഷർമെന്റിലൂടെ സിസ്റ്റമാറ്റിക്കലി നോളജ് ഗ്യാദർ ചെയ്യുന്നതാണ് സയൻസിന്റെ രീതി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോളജിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഇതൊക്കെയാണ് ബേസിക്കലി ഈ ഒരു സബ്ജക്റ്റിനെ സയന്റിഫിക് ആക്കുന്നത്. ഇനി അതില് സയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത് കേട്ടോ. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സബ്ജക്ട് സയൻസ് ആണ് എന്ന് പറയണമെങ്കിൽ ഉണ്ടാവേണ്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് എംപിരിക്കൽ ഒബ്സർവേഷൻ. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കണം, ഓരോ ഡാറ്റ എടുത്ത് ഓരോ സംഭവങ്ങളും പഠിച്ച് അത് പ്രാക്ടിക്കൽ ആണോ അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് മനസ്സിലാകുന്നതാണ്, അക്കാഡമിക്കലി പഠിപ്പിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തിയറീസ് ഒക്കെ ഫോം ചെയ്യുന്നത്. സോ എംപിരിക്കൽ ഒബ്സർവേഷൻ, പിന്നെ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി, അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. പിന്നെ മെഷർമെന്റ് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഊഹാപോഹത്തിന്റെ പുറത്തല്ല നമ്മൾ സൈക്കോളജി പഠിക്കുന്നത്, മറിച്ച് കൃത്യമായ ടെസ്റ്റുകളും കൃത്യമായ അസസ്മെന്റുകളും കൃത്യമായ മെഷർമെന്റ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഡെഫിനിഷൻ ഓഫ് ടേംസ്, നമുക്ക് ഏത് ടേം എടുത്തു കഴിഞ്ഞാൽ സൈക്കോളജിയിൽ എല്ലാ ടേമുകൾക്കും എന്തുണ്ട്, കൃത്യമായ ഡെഫിനിഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഒരു സബ്ജക്ട് സയൻസ് ആണ് അല്ലെങ്കിൽ സയന്റിഫിക് സ്റ്റഡി ആണ് എന്നുള്ളതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്ട് എന്താണ്, സയന്റിഫിക് ആണെന്ന് അർത്ഥം. സോ സിമ്പിൾ ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇതൊക്കെയാണ് ബേസിക്കലി യൂണിറ്റ് 1 നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 2 കടക്കുന്ന സമയത്താണ് കുറച്ച് കൂടുതൽ സൈക്കോളജികൾ, ഏതൊക്കെ ടൈപ്പ് ഓഫ് സൈക്കോളജികൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 2 ചാപ്റ്റർ എടുക്കുക. യൂണിറ്റ് 2 ബേസിക്കലി പറഞ്ഞു തരുന്ന 3 കാര്യങ്ങളാണ് ഒന്നാമത്തെ ഉള്ളത്. ഒന്ന് സൈക്കോളജിയും അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു ഫീൽഡുകളും അല്ലെങ്കിൽ മറ്റു സയൻസസും ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി ആണ്, അതായത് സൈക്കോളജിന്റെ ഉള്ളിൽ വരുന്ന മറ്റു ഡിവിഷനുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സ്കോപ്പ്, ഒരു സൈക്കോളജിസ്റ്റിന് ഏതൊക്കെ സ്കോപ്പിൽ വർക്ക് ചെയ്യാന്നുള്ള സംഭവങ്ങൾ. പിന്നെ മൂന്നാമത്തേതാണ് സൈക്കോളജി ഇൻ ഇന്ത്യ, ട്രഡീഷണൽ ആൻഡ് മോഡേൺ, 2 രീതികൾ പറയുന്നുണ്ട്. അത് കുറച്ച് ഫോക്കസ് ചെയ്യാൻ ചിലപ്പോൾ ഇപ്രാവശ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് നോക്കാം. യൂണിറ്റ് 1 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, അതായത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എന്ന് പറഞ്ഞൊരു ചോദ്യം, സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് യൂണിറ്റ് 2 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ഓക്കെ, സോ യൂണിറ്റ് 2 ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡിസ്കസ് ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ. സോറി, അത് യൂണിറ്റ് 1 ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഡെഫിനിഷൻ വെച്ചിട്ടാണ്. സോ സ്വാഭാവികമായിട്ട് യൂണിറ്റ് 1 വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സോ സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ അത്രയും എന്താ പറയാ, കുറെ വാരി വലിച്ച് എഴുതാൻ മാത്രമുള്ള സാധനങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മളെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഈ ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് പിന്നെ സൈക്കോളജിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് സാമ്യതയുള്ള കുറച്ച് വേറെ ഫീൽഡും സയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതില് ഡീപ്പായിട്ടൊന്നും കൊടുക്കുന്നില്ല. എങ്ങനെയൊക്കെയാണ് ഫിസിയോളജി, ന്യൂറോളജി, മെഡിസിൻ, ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ജെനറ്റിക്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സൈക്കോളജി യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ ബേസിക്കലി പറയുന്നത്. കാരണം എല്ലാതും സയന്റിഫിക് നോളജ് യൂസ് ചെയ്യുന്നത് ആയതുകൊണ്ടുള്ളൊരു സിമിലാരിറ്റി. ഇനി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞു നേച്ചർ എന്താണ്, സയന്റിഫിക് ആണ്, പിന്നെ ഒരു എന്താ പറയാ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസിപ്ലിൻ ആണ്. അങ്ങനത്തെ കുറച്ച് നേച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി തന്നെ അറിയാം. ഇനി സ്കോപ്പ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൈക്കോളജിനെ ഏർലി ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് താഴത്ത് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതായത്
സൈക്കോളജിന്റെ രണ്ട് രീതിയിലാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന് എക്സ്പെരിമെന്റലും നോൺ എക്സ്പെരിമെന്റലും. എക്സ്പെരിമെന്റൽ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്ത് വഴി തെറ്റിക്കലിന്നെ ഇത് കേൾക്കും. സോ അപ്പൊ എക്സ്പെരിമെന്റൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലേണിംഗ്, അതുപോലെ നമ്മളെ പെർസെപ്ഷൻ, ഫിസിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ് ആണ് എക്സ്പെരിമെന്റൽ. കാരണം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തേണ്ട ഒരു ഫീൽഡാണ്. പക്ഷെ നോൺ എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പേഴ്സണാലിറ്റി, സോഷ്യൽ ഡെവലപ്മെന്റൽ പ്രോസസ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. സോ ഇത് വെച്ചിട്ടാണ് ഈ സൈക്കോളജിയുടെ സബ് ഫീൽഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ എന്തുണ്ട്, ഫീൽഡും ഉണ്ട് ബ്രാഞ്ചും ഉണ്ട്. ഓക്കെ, രണ്ടും ഏകദേശം ഒരേ സിമിലാരിറ്റി ഉള്ള ടേംസ് തന്നെയാണ്. ചില ആളുകൾ സൈക്കോളജിയുടെ സബ് ബ്രാഞ്ച് അല്ലെങ്കിൽ ബ്രാഞ്ചസ് എന്ന് പറയും, ചില ആളുകൾ ഫീൽഡ് എന്ന് പറയും. അതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ, സോ സ്കോപ്പ് ഓഫ് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്തൊന്ന് ബയോ സൈക്കോളജി അല്ലെ, നമ്മുടെ മനുഷ്യന്റെ ബയോളജിക്കൽ ബേസിസ് യൂസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ബിഹേവിയറെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഹോർമോൺ, നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയാ ന്യൂറൽ കണ്ടക്ടിവിറ്റി അല്ലെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള നമ്മുടെ നെർവ്സിന്റെ ഇൻഡക്ഷൻ അല്ലെ, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുള്ളത് ബയോ സൈക്കോളജി, നമ്മുടെ ജനറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗം. ഓക്കെ, രണ്ടാമത്തത് കോഗ്നിറ്റീവ് സൈക്കോളജി, നമ്മുടെ മെമ്മറി, നമ്മുടെ തിങ്കിങ്, നമ്മുടെ പ്രോബ്ലം സോൾവിങ്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ലാംഗ്വേജ്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ബിഹേവിയറിനെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ, മനുഷ്യൻ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്ന എബിലിറ്റി എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. പിന്നെ കമ്പാരിറ്റീവ് സൈക്കോളജി ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മനുഷ്യരെ വെച്ചിട്ട് മനുഷ്യനെ തന്നെ കമ്പയർ ചെയ്യുന്നു, മനുഷ്യൻ മൃഗങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നു. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് സംഭവം. ഓക്കെ, ഇപ്പോ പൊതുവെ പറയാറുണ്ടല്ലോ, ഈ നമ്മൾ സയന്റിഫിക്കലി എന്താണ്, നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് റാറ്റിലും പൂച്ചകളിലൊക്കെയാണ് പൊതുവെ എക്സ്പെരിമെന്റ്സ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ ആണ് മനുഷ്യന്മാരിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ കമ്പാരിറ്റീവ് സൈക്കോളജി, പിന്നെ കൾച്ചറൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, ജെൻഡർ സൈക്കോളജി, ലേണിംഗ് സൈക്കോളജി. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പൊ നോക്കി വെക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പിന്നെ ഫിസിയോളജിക്കൽ സൈക്കോളജി, പിന്നെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് എന്താ പറയാ ഡീപ്പായിട്ട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാത്തത്. പിന്നെ കൺസ്യൂമർ സൈക്കോളജി എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു അഡ്വർടൈസ്മെന്റ്, മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, പിന്നെ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് കൺസ്യൂമർ സൈക്കോളജി. പിന്നെ കൗൺസിലിംഗ് ഉണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്. എർഗോണമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ടെക്നോളജികൾ എങ്ങനെ മനുഷ്യന്റെ സ്വഭാവത്തെ ബാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ആ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡെസ്കും ബെഞ്ചും, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടേബിളും ചെയറും, പിന്നെ അവിടുത്തെ ലൈറ്റ്, അവിടുത്തെ പെയിന്റ്, ഓക്കെ, ആ റൂമിന്റെ സ്മെല്ല്, ഇതൊക്കെ എങ്ങനെ നമ്മുടെ ബിഹേവിയറെ ബാധിക്കുന്നു, നമ്മുടെ തിങ്കിങ് പ്രോസസ്സിനെ അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിനെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു സംഭവമാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഇപ്പൊ നമ്മളെ വീടാണെങ്കിലും ഇപ്പൊ ചിലവർക്കൊക്കെ അങ്ങനെ ചില വീട്ടിൽ അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചില റൂമിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. കാരണം എന്താ, ചിലപ്പോൾ റൂമിൽ കൃത്യമായിട്ട് ലൈറ്റിംഗ് ഉണ്ടാവില്ല, ചിലപ്പോൾ കൃത്യമായിട്ടുള്ള എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. സോ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷനിലേക്ക് നയിക്കും, അത് നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുകയൊക്കെ ചെയ്യും. സോ അതാണ് എർഗോണമിക്സ്. പിന്നെ അടുത്തത് ഓർഗനൈസേഷണൽ സൈക്കോളജി, പിന്നെ മെഡിക്കൽ, ഫോറൻസിക്, മിലിറ്ററി, എൻവിറോൺമെന്റൽ, സ്പോർട്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് സൈക്കോളജിന്റെ സബ് ഫീൽഡുകൾ എന്ന് പറയുന്നത്. ഇനി സൈക്കോളജി ഇൻ ഇന്ത്യ, ട്രഡീഷണൽ ആൻഡ് മോഡേൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് സൈക്കോളജി എമേർജ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സൈക്കോളജി ഒരു ഇൻഡിപെൻഡന്റ് സ്ട്രീം ആയിട്ട് തുടങ്ങി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി വെസ്റ്റേൺ നിന്നാണ് ഈ ഐഡിയ വരുന്നത്. വെസ്റ്റേൺ കൾച്ചറിൽ നിന്നാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് ഫിലോസഫിയിലെ ഗ്രീക്ക് ആണെങ്കിലും ലാറ്റിൻ ആണെങ്കിലും റോമൻ ആണെങ്കിലും ഇതൊക്കെ ഫിലോസഫിയുടെ നാടുകളാണ്. അവിടെ നിന്നാണ് ഫിലോസഫി വരുന്നതും ഫിലോസഫിയിൽ നിന്നാണ് സൈക്കോളജി വരുന്നതും. സ്വാഭാവികമായിട്ടും തിയറീസ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ സൈക്കോളജി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അധിക ടേമുകളും മോട്ടിവേഷൻ, ഈവൻ സൈക്കോളജി എന്ന് പറയുന്ന ടേം പോലും വന്നത് എവിടുന്ന, ഗ്രീക്കിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. സോ അപ്പം വെസ്റ്റേൺ കൺട്രീസും അതുപോലെ വെസ്റ്റേൺ ഐഡിയകളും എത്രത്തോളം ഈസ്റ്റേൺ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ കൾച്ചറുകളിൽ, ഈസ്റ്റേൺ ഐഡിയകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു വലിയൊരു ചോദ്യചിഹ്നം ആയിരുന്നു അന്നത്തെ സമയത്ത്. അങ്ങനെയാണ് ഇന്ത്യയിൽ സൈക്കോളജി എന്ത് ചെയ്യുന്നത്, ഒരു ബേസിക് ആയിട്ട് വരുന്നത്. സോ ഇവിടെ ഇത് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഫിലോസഫിയിൽ നിന്നാണ് സൈക്കോളജി വന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അന്നത്തെ ഫിലോസഫി എന്ന് പറയുന്നത് ഉപനിഷത്തുകളും വേദങ്ങളും ഭഗവത്ഗീതകളും മറ്റേ മഹാഭാരതങ്ങളും പുരാണങ്ങളും ഒക്കെയാണ്. സോ അതുകൊണ്ടാണ് ഇന്ത്യൻ സൈക്കോളജി അല്ലെങ്കിൽ ഇന്ത്യന്റെ സൈക്കോളജിക്കൽ സ്റ്റഡീസ് കുറച്ചും കൂടെ ഇങ്ങനത്തെ രീതിയിലേക്ക് ഈ ഇത്തരം ഗ്രന്ഥങ്ങളിലേക്കും ഇത്തരം സ്ക്രിപ്റ്റേഴ്സിലേക്കും പോകുന്നത്. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ വേദ, യോഗസൂത്ര, ഭഗവത്ഗീത, പിന്നെ അന്നത്തെ എപ്പിക് ലിറ്ററേച്ചർ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യന്മാരുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ലീഡർ, മോട്ടിവേഷൻ, പിന്നെന്താ പറയാ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, മെമ്മറി, തിങ്കിങ് എബിലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, ഈ സാധനങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത് അന്ന് ഇന്ത്യയിൽ ഈ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെയാണ് ബേസിക്കലി ട്രഡീഷണൽ എന്നുള്ള രീതിയിൽ സൈക്കോളജി ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യുന്നത്.
പിന്നെ 1916 ആദ്യമായിട്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 1900 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലോസഫിയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമാണ് അത് സൈക്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെയാണ് പിന്നെ അത് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ഇത്ര ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ മോഡേൺ സൈക്കോളജിയിലെ ഒരു ഡെവലപ്മെന്റ്. ഓക്കെ, സോ ബേസിക്കലി വെസ്റ്റേൺ തിയറീസിനെ എടുത്തിട്ട് ഇന്ത്യൻ കൾച്ചറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കി. കുറെയൊക്കെ പരാജയപ്പെട്ടു, കുറെയൊക്കെ വിജയിച്ചു. അങ്ങനെ പരാജയപ്പെട്ടതൊക്കെ പിന്നീട് ഇന്ത്യൻ രീതിയിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ രീതിയിൽ പഠനങ്ങൾ നടത്തിയിട്ട് പിന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതിൽ ഒരുപാട് ആളുകൾ, ഇപ്പൊ JPC സിൻഹ എന്ന് പറയുന്ന ആള്, അദ്ദേഹം തിയറീസ് ഓഫ് പെർസെപ്ഷൻ, ഇന്ത്യൻ തിയറീസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ അപ്പൊ അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട്. പിന്നെ യോഗ സൈക്കോളജി, ജെയിൻ സൈക്കോളജി, ഓറിയന്റൽ സൈക്കോളജി, ബുദ്ധിസ്റ്റ് സൈക്കോളജി, അങ്ങനത്തെ കുറെ പുതിയ സൈക്കോളജിക്കൽ ഫീൽഡുകളും ഇന്ത്യൻ കൾച്ചറൽ കോണ്ടക്സ്റ്റിൽ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ മനസ്സിലാവാത്തൊന്നുമില്ലല്ലോ? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ? സ്പീഡ് കുറച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ. ഞാൻ സ്പീഡിൽ പറഞ്ഞുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 9-9:30 ആകുമ്പോഴത്തേന് നമുക്ക് മൊത്തം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള എന്താ പറയാ ക്വയറീസ് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഏതായാലും ഞാൻ സ്പീഡ് നോക്കാം. ഓക്കെ, സോ യൂണിറ്റ് 3ലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബേസിക്കലി യൂണിറ്റ് 1ഉം 2ഉം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, സൈക്കോളജി എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്തൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിലുള്ള മറ്റു ഫീൽഡുകൾ എന്തൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ സൈക്കോളജി വന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി യൂണിറ്റ് 3 മുതൽ നമ്മൾ ഓരോ എന്താ പറയുക പെർട്ടിക്കുലർ സാധനങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ പെർസെപ്ഷൻ, മെമ്മറി, തിങ്കിങ്, ലേണിംഗ്, പിന്നെന്താ അറ്റൻഷൻ, ഇങ്ങനത്തെ പിന്നെ ഇമോഷൻ, ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇനിയുള്ള ചാപ്റ്ററുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യൂണിറ്റ് 3 പെർസെപ്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പെർസെപ്ഷന്റെ 1 അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടാണ്. എന്താണ് പെർസെപ്ഷൻ, പെർസെപ്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഏതൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു സാധനം പെർസീവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നൊക്കെ ഉള്ളത്. സോ ചാപ്റ്റർ നോക്കുക. ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പെർസെപ്ഷൻ പറയുന്നുണ്ട്, സെൻസേഷൻ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അറ്റൻഷൻ, പെർസെപ്ഷന്റെ കാര്യത്തിൽ എന്താണ് അറ്റൻഷന്റെ റോൾ എന്നുള്ള ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് തിയറികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലോസ് ഓഫ് ഓർഗനൈസേഷൻ, ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. പിന്നെ പെർസെപ്ച്വൽ കോൺസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, ഈ പെർസെപ്ഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ. സിമ്പിൾ ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. യൂണിറ്റ് 3 വന്നിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ആൻഡ് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ. ഓക്കെ, സോ അത് ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ സബ് ഹെഡിങ് ആണ്, നിങ്ങൾ ചാപ്റ്ററിൽ നോക്കിയാൽ മനസ്സിലാവും. 2 സബ് ഹെഡിങ് ആണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങും തിയററ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങും. സോ അങ്ങനെയൊക്കെ ആയിരിക്കും ബേസിക്കലി ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോ സോ എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ആൻഡ് തിയററ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ. രണ്ടാമത്തത് എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് പെർസെപ്ഷൻ ആണ്. അത് ബേസിക്കലി ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത് നിങ്ങൾ. പിന്നെ അതിൽ ഏതൊക്കെ ഒരു 7 അല്ലെങ്കിൽ 6 ലോസ് പറയുന്നുണ്ട്, അതാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ആൻഡ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി. ഓക്കെ, സോ ഇതുവരെ ആ 3 ഭാഗം ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കാത്തത്, ഈ ചാപ്റ്ററിൽ ചോദിക്കാത്ത 2 ഭാഗം എന്ന് പറയുന്നത് ഒന്ന് പെർസെപ്ഷന്റെ ഉള്ളിൽ അറ്റൻഷന്റെ റോൾ എന്താണെന്നുള്ളതും പെർസെപ്ഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളതും. ഏതായാലും ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുക. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിൽ വരുന്ന സമയത്ത് പെർസെപ്ഷൻ എന്താണ്, പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ചുറ്റുപാടുള്ള ഒരു ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോസസ്സാണ് പെർസെപ്ഷൻ. അല്ലെ, സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മൂവിങ് ആവാം, മൂവ് ചെയ്യാത്തതാവാം, ജീവനുള്ളതാവാം, ജീവനില്ലാത്തതാവാം, കളർഫുൾ ആവാം, കളർഫുൾ അല്ലാത്തതാവാം, വിസിബിൾ ആവാം, എന്താ പറയാ ഇൻവിസിബിൾ ആവാം. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന എന്തൊക്കെ പ്രോസസ്സുകൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഈ കാര്യങ്ങൾ മുഴുവനും ഒരു മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അത് എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ നടക്കുന്ന ഒരു സെറ്റ് ഓഫ് പ്രോസസ്സിനെയാണ് പെർസെപ്ഷൻ എന്ന് ബേസിക്കലി പറയാം. ഇപ്പോ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ചുമരുണ്ടാവും, ചുമരിന്റെ പെയിന്റ് ഉണ്ടാവും, വാതിലിന്റെ ഡോറ്, ലോക്ക്, ഹാങ്കർ, ഫാന്, ലൈറ്റ്, സ്വിച്ച് ബോർഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? അതൊക്കെ ഒരു സെറ്റ് ഓഫ് പ്രോസസ് നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അതാണ് ആ ഒരു സെറ്റ് ഓഫ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പെർസെപ്ഷൻ എന്നത്. ഞാൻ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ, ഇപ്പോ നിങ്ങളെ മുന്നിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ചെയർ അത് ചെയറാണ്, അത് ഇരിക്കാനുള്ളതാണ് എന്നെങ്ങനെയാണ് നിങ്ങൾ പെർസീവ് ചെയ്യുന്നത്? അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു സ്റ്റേജസ് പറയുന്നുണ്ട്.
ബേസിക്കലി ഇതിൽ മൊത്തത്തില് 3 സ്റ്റേജാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിൻ എല്ലാ സ്റ്റിമുലേഷൻ സെലക്ട് ചെയ്യുമോ? ഇല്ല. നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യം എന്ന് തോന്നുന്ന നമുക്ക് അത്യാവശ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം, അത്തരം സ്റ്റിമുലികൾ മാത്രം എന്ത് ചെയ്യും? ബ്രെയിൻ സെലക്ട് ചെയ്യും. ഓക്കെ, അത് ചിലപ്പോൾ കോൺഷ്യസ്ലി ആവാം, ചിലപ്പോൾ അൺകോൺഷ്യസ്ലി ആവാം. ഏതായാലും അങ്ങനത്തെ സ്റ്റിമുലേഷനെ സെലക്ട് ചെയ്തിട്ട് ബാക്കി സ്റ്റിമുലേഷൻ ഒക്കെ ഇഗ്നോർ ചെയ്യും. അല്ലെ? നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഇന്റെ വോയിസ് ഉണ്ടാകും. പിന്നെ ഇതിൽ വീട്ടില് മക്കളോ അല്ലെങ്കിൽ അനിയന്മാരോ ഏട്ടന്മാരൊക്കെ ഉള്ള വീട്ടിൽ അവർ സംസാരിക്കുന്ന സൗണ്ട് ഉണ്ടാകും, TV വെച്ച സൗണ്ട് ഉണ്ടാകും, ഫാനിന്റെ സൗണ്ട് ഉണ്ടാകും, അങ്ങനെ ഒരുപാട് സൗണ്ട് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു 80% 90% അറ്റൻഷൻ കിട്ടുന്നത് ഇന്റെ സൗണ്ട് ആയിരിക്കും. കാരണം എന്താ? നിങ്ങളെ തലച്ചോറ്, നിങ്ങളെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു? ഇന്റെ വോയിസിനെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളത്, ബാക്കി സ്റ്റിമുലേഷൻ ഇഗ്നോർ ചെയ്യുന്നു. സോ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഇങ്ങനെ ഒരുപാട് സ്റ്റിമുലേഷൻ കിട്ടും അല്ലെ? നമ്മൾ ഒരേ സമയം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് സ്റ്റിമുലേഷൻ പല രീതിയിൽ കിട്ടും. ഇതിനൊക്കെ ഓർഗനൈസ് ചെയ്യും അല്ലെ? ഏതാണ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏതാണ് കാണുന്നത്, ഏതാണ് കേൾക്കുന്നത്, ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഡാറ്റകളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ തലച്ചോറ് ഓർഗനൈസ് ചെയ്യും. ഓർഗനൈസ് ചെയ്യുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മുടെ ബ്രെയിന് പെർസെപ്ഷൻ എങ്ങനെയാണ് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവിടെയാണ് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഒരു സാധനം നമ്മൾ സെലക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ചുരിദാർ എടുക്കാൻ പോകുന്ന വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകും. നമ്മൾ ഒരു മഞ്ഞ ചുരിദാർ, ചുവപ്പ് ചുരിദാർ, നീല ചുരിദാറൊക്കെ നമ്മൾ മുന്നിൽ ഇട്ട് തന്നു. അതിൽ നിന്ന് മഞ്ഞ ചുരിദാർ നമ്മൾ ഈ പറയുന്ന ചുരിദാറുകളിൽ ഒരു 5 മുന്നിൽ വെച്ചതിൽ 3 നമ്മൾ സെലക്ട് ചെയ്തു. ഈ 3 നമ്മൾ പ്രിഫറൻസ് അനുസരിച്ച് ഓർഗനൈസ് ചെയ്യുന്നു. അത് ചിലപ്പോൾ പൈസ നോക്കിയിട്ടാവും, ചിലപ്പോൾ കളർ നോക്കിയിട്ടാവും, ചിലപ്പോൾ ഡിസൈൻ നോക്കിയിട്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിന് ഇന്റർപ്രറ്റ് ചെയ്യും അല്ലെ? ഏതാണ് പൈസ കുറവിൽ എന്ന നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടെങ്കിൽ കൂടെ കൂടുതൽ ഡിസൈൻ വർക്കുള്ളത് ഏതാണ്, അങ്ങനെ നമ്മൾ എന്ത് ഇന്റർപ്രറ്റ് ചെയ്യും. പല രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റിമുലേഷൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒരാളുടെ എക്സ്പീരിയൻസ് ആവാം, ചിലപ്പോൾ ഒരാളുടെ എക്സ്പെക്ടേഷൻ ആവാം അല്ലെ? ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഒരു ചൈനീസ് ഫുഡും ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു 80% ഓഫ് മലയാളികളും നമ്മൾ ബിരിയാണിയിലേക്കാണ് പോവുക. കാരണം എന്താ? അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ബിരിയാണി മറ്റേത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഒരു പെർസെന്റേജ് ഓഫ് ആളുകൾ ചൈനീസ് ഫുഡ് എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ? അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, ചിലപ്പോൾ ബിരിയാണിയേക്കാൾ ടേസ്റ്റ് ഇത് തന്നാലോ എന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്റർപ്രിട്ടേഷൻ സംഭവിക്കുന്നത്. എക്സ്പീരിയൻസസ് ഉണ്ടാവാം, എക്സ്പെക്ടേഷൻ ഉണ്ടാകാം, നമ്മുടെ നീഡ് അല്ലെ? നമുക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പാ, എന്തെങ്കിലും കിട്ടിയാൽ മതി തിന്നുള്ള നിലക്കാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ എന്ത് ഫുഡ് ആയാലും നമ്മൾ കഴിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ബിലീഫ്, അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തത് വരുന്നത് പെർസെപ്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ അപ്രോച്ചസ് ആണ്. തിയററ്റിക്കൽ അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 ഉള്ളത്. ഒന്ന് ടോപ്പ് ഡൗൺ പ്രോസസിംഗ് അപ്രോച്ചും, 2 ബോട്ടം അപ്പ് പ്രോസസിംഗ് അപ്രോച്ചും. സിമ്പിളായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒരു ചെയർ എടുക്കുക, കസേര എടുക്കുക. കസേര എടുക്കുന്ന സമയത്ത് 2 രീതിയിലാണ് ഇത് കസേരയാണെന്ന് നമ്മൾ പെർസെപ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒന്നുകിൽ നിങ്ങൾക്ക് ഓരോ പാർട്സ് വെച്ചിട്ട് പറയാം. അതാണ് ബോട്ടം അപ്പ് പ്രോസസിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് എന്താ പറയാ, ഈ 4 കാലുണ്ട്, ഇരിക്കാനൊരു സ്ഥലമുണ്ട്, ചാരി ഇരിക്കാനൊരു ഭാഗമുണ്ട്, മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതില് കുഷ്യൻ ഉണ്ടെങ്കിൽ കുഷ്യൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. അപ്പോ ഒരു മനുഷ്യന്റെ ഇരിക്കുന്ന പോസ്റ്ററിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ചെറിയ മൈന്യൂട്ട് 1+1+1+1+1+ അങ്ങനെ ഡീൽ ചെയ്യുന്ന സംഭവമാണ് ബോട്ടം അപ്പ് പ്രോസസിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെ നമുക്ക് കസേരയെ പെർസെപ്റ്റ് ചെയ്യാം. മറിച്ച് മൊത്തത്തിൽ എന്ത് ചെയ്യാം? ഈ ഒരു സ്ട്രക്ചർ മൊത്തം പെർസെപ്റ്റ് ചെയ്യാം അല്ലെ? ടോപ്പ് ഡൗൺ പ്രോസസിംഗ് പറയും. ആദ്യം തന്നെ ഈ ചിത്രം മനസ്സിൽ കൊണ്ട് വരും. കസേര എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കും, ചാരി ഇരിക്കാൻ ഭാഗമുണ്ടോ, ഇരിക്കുന്ന ഭാഗം എങ്ങനെയാണ്, കാലുണ്ടോ, ആ സംഭവങ്ങൾ അല്ലെ? അത് ടോപ്പ് ഡൗൺ ആണ്, മോളിന്ന് താഴത്തേക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഒരു കസേരനെ എക്സാമ്പിൾ ആക്കി എടുക്കുക, കാല് മുതൽ ഇരിക്കുന്ന ഭാഗം വരെ ആലോചിക്കുക. അതാണ് ബോട്ടം അപ്പ് പ്രോസസിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ കൂട്ടി വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മനുഷ്യന്റെ ശരീരമാണെങ്കിൽ അങ്ങനെ പറയാം. ഇപ്പം ഒരു തലണ്ട്, ഒരു ബോഡി ഉണ്ട്, 2 കൈയുണ്ട്, 2 കാലുണ്ട് അല്ലെ? ഇത് എന്തുമാവാം, എന്ത് സാധനമാവാം അല്ലെ? ഇതിനൊക്കെ എല്ലാ മൃഗങ്ങൾക്കും ചിലപ്പോൾ ഒട്ടുമിക്ക കങ്കാരുവിന് അല്ലെങ്കിൽ കങ്കാരു അല്ലെങ്കിൽ വേറെ നീച്ച് നടക്കുന്ന മൃഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ മൃഗങ്ങൾക്കൊക്കെ എന്താണ് 2 കൈയും 2 കാലൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പോ ഇതിനെ മനസ്സിലാക്കുന്ന രീതി, നമ്മൾ പെർസെപ്റ്റ് ചെയ്യുന്ന രീതി 2 രീതിയിലാണ്. ഒന്ന് ടോപ്പ് ഡൗൺ പ്രോസസിംഗ്, ബോട്ടം അപ്പ് പ്രോസസിംഗ്. ഓക്കെ, സോ ബോട്ടം അപ്പ് പ്രോസസിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് പെർസെപ്ഷൻ ഇസ് ഡയറക്റ്റ്, ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകും. ഓക്കെ, പിന്നെ ബോട്ടം അപ്പ് പ്രോസസ്സിന്റെ അതിന് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കാണുന്ന ഒരാളാണ് ജെ ജിബ്സൺ. പിന്നെ ടോപ്പ് ഡൗൺ പ്രോസസിംഗിന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാളാണ് റിച്ചാർഡ് ഗ്രിഗറി. ഓക്കെ, സോ അടുത്തത് സെൻസേഷൻ ആണ്. എങ്ങനെയാണ് പെർസെപ്ഷനും സെൻസേഷൻ നമ്മൾ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാല്, പിന്നെ സെൻസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ എൻവിറോൺമെന്റ് ആയിട്ട് നമുക്ക് എന്തുണ്ടായും? ഒരു കോണ്ടാക്ട് സംഭവിക്കും അല്ലെ? ഇപ്പൊ
ചെയർ കാണുമ്പോൾ അത് ചെയർ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്താണ്, അത് പെർസെപ്ഷനാണ്. പക്ഷെ മറിച്ച് ഞാനത് തൊട്ടിട്ടാണ് അറിയുന്നത് എന്നുണ്ടെങ്കിൽ അത് സെൻസേഷനാണ്. അതൊരു അങ്ങനത്തെ ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, പിന്നെ അതിൽ പ്രോസസ് ഓഫ് സെൻസേഷൻ പറയുന്നത് ജസ്റ്റ് ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓൾറെഡി ഒരു സ്റ്റിമുലേ ഉണ്ടാകും. അത് ചിലപ്പം ലൈറ്റ് അല്ലെങ്കിൽ സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനർജി ആയിരിക്കും. അത് നമ്മുടെ കണ്ണ്, ചെവി, മൂക്ക് അല്ലെങ്കിൽ നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്. ഈ ഓർഗൻസ് ഏതെങ്കിലും ഒന്ന് എടുക്കും, അത് നമ്മുടെ ന്യൂറോൺ വഴി തലച്ചോറിലെത്തും. തലച്ചോറ് അതിനെ പ്രോസസ് ചെയ്യും. അതിനെ വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, പിന്നെന്താ സ്മെല്ലാണോ, ടേസ്റ്റ് ആണോ എന്നൊക്കെ പ്രോസസ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഒരു ആൻസർ തരും. അങ്ങനെയാണ് നമ്മൾ സെൻസ് ചെയ്യുന്നത്. അത് അത്ര ഇമ്പോർട്ടൻറ്റ് സംഭവമല്ല. പിന്നെ ഇനി അറ്റൻഷൻ എങ്ങനെയാണ് പെർസെപ്ഷനെ ബാധിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സെലക്റ്റീവ് അറ്റൻഷൻ, സസ്റ്റൈൻഡ് അറ്റൻഷൻ. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ വോയിസ് സെലക്റ്റീവ് അറ്റൻഷൻ. സസ്റ്റൈൻഡ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൂടുതൽ സമയത്തിന് അല്ലെ സസ്റ്റൈൻഡ് ആയിട്ട് ഒരു സാധനത്തിന് തന്നെ ഫോക്കസ് ചെയ്യും. ഇപ്പൊ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത് സസ്റ്റൈൻഡ് അറ്റൻഷൻ ആയിരിക്കണം. മനസ്സിലായോ? അടുത്തൊരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ലോസ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെ. ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. 20ാം നൂറ്റാണ്ടിൽ 3 ജർമ്മൻ സൈക്കോളജിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. മാക്സ് വെർത്തമേർ, വോൾഫ്ഗാങ് കോഹ്ലർ ആൻഡ് കുർട്ട് കോഫ്ക. അപ്പം മാക്സ്, കോഹ്ലർ, കോഫ്ക ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഈ പറയുന്ന ഒരു പെർസെപ്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ പെർസെപ്ഷന്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്ന പ്രിൻസിപ്പിൾസ് ആണ് അല്ലെങ്കിൽ ലോകളാണ് എന്ത് ഗസ്റ്റാൾട്ട് ലോസ് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പേര് മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണ്. 3 പേര്: മാക്സ് വെർത്തമേർ, വോൾഫ്ഗാങ് കോഹ്ലർ, കുർട്ട് കോഫ്ക. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പേരെങ്കിലും പഠിച്ചു വെക്കാം. മാക്സ്, പിന്നെ കോഹ്ലർ, കോഫ്ക, ഇതെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, പേര് മറക്കരുതേ. ഇനി പറയുന്ന ഈ ലോകൾ എന്തിന്റെ ബേസിസിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സെൻസേഷനും പെർസെപ്ഷനും ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, പിന്നെ പെർസെപ്ഷൻ ആണ് മോസ്റ്റ്ലി കൂടുതൽ. എല്ലാം നമ്മൾ സെൻസ് ചെയ്യില്ല, പെർസെപ്റ്റ് ചെയ്യാം. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ. ഫിഗർ ഗ്രൗണ്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ നിങ്ങള് ഇപ്പൊ ഫോണിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഫോൺ ചാരി വെച്ചിട്ട് ഒരു ചുമരമേലായിരിക്കും, ചിലപ്പോൾ പുസ്തകത്തിലായിരിക്കും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിലൊരു ഫിഗറും ഉണ്ട്, ഒരു ഗ്രൗണ്ടും ഉണ്ട്. നിങ്ങൾ സിമ്പിൾ ആണ് സംഭവം പറഞ്ഞുതരാം. പിന്നെ നമ്മളിപ്പോ ഈ പെയിന്റിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് 3 ചെസ് ബോർഡിന്റെ സാധനമാണ് കൊടുത്തിട്ടുള്ളത്. അതെന്താണ്, ഫിഗറാണ്. പക്ഷെ അതിന്റെ ഗ്രൗണ്ട് നോക്കുക, 2 ആള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ചില ആളുകൾ ഫിഗർ ആയിരിക്കും പെർസെപ്റ്റ് ചെയ്യുക ഫസ്റ്റ്, ചില ആളുകൾ ഗ്രൗണ്ട് ആയിരിക്കും പെർസെപ്റ്റ് ചെയ്യുക ഫസ്റ്റ്. അത് ഓരോരുത്തരുടെ ബ്രെയിനിന്റെ പ്രോസസിംഗ് അനുസരിച്ചിരിക്കും. അടുത്തത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അടുപ്പം. മനസ്സിലാക്കി വെക്കുക, പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് അടുപ്പം. ഏതൊക്കെ സാധനങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നുണ്ടോ അതൊരു ഗ്രൂപ്പാണ് നമ്മൾ പെർസെപ്റ്റ് ചെയ്യും അല്ലെ. ഇപ്പൊ ഒരു 10 ആളെ അസംബ്ലിക്ക് നിർത്തുന്ന സമയത്ത് 5 ആൾക്കാർ വട്ടം കൂടി നിൽക്കുക, അല്ലെങ്കിൽ അടുപ്പ് കുറച്ചുകൂടി ഡിസ്റ്റൻസ് ബാക്കിയുള്ളവരെക്കാൾ കമ്പാരിറ്റീവ്ലി അടുപ്പം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 5 ആൾക്കാർ ഒരു ഗ്രൂപ്പായിട്ട് പെർസീവ് ചെയ്യും. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി. ഈ ഇമേജ് ഒക്കെ വരച്ചു വെക്കാം ഈജി ചോദിച്ചാല്, അപ്പൊ അതിനൊക്കെ മാർക്ക് കിട്ടും. പിന്നെ ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയുന്നത് സിമിലർ ആയിട്ട് കാണിക്കുന്ന എന്തെങ്കിലും ട്രേറ്റോ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പ് ഓഫ് ആളുകൾ സിമിലർ ആണെന്ന് എടുക്കും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് സാധനങ്ങൾ സിമിലർ ആണെന്ന് എടുക്കും. പിന്നെ ലോ ഓഫ് കണ്ടിന്യൂറ്റി ഒരു ഗുഡ് കണ്ടിന്യൂഷൻ എന്ന് പറയും. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു ഇമേജ് കൃത്യമായിട്ട് ഒരു കണ്ടിന്യൂസ് ഒരു സാധനം തരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ലോ ഓഫ് കണ്ടിന്യൂറ്റി വെച്ചിട്ട് പെർസെപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതെങ്കിലും എന്താ പറയാ വെഡിങ് മാളിന്റെ പുറത്തോ അല്ലെങ്കിൽ മന്തിക്കടന്റെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ LED ലൈറ്റ് കാണും അല്ലെ. ആ LED ലൈറ്റിൽ ചിലപ്പം ആ വെഡിങ് മാളിന്റെ പേരോ അല്ലെങ്കിൽ മന്തിക്കടന്റെ പേരോ ഒക്കെ ഇങ്ങനെ എഴുതി കാണിക്കും. ശരിക്കും അത് എഴുതുകയാണോ? അല്ല. അവിടെ സംഭവിക്കുന്നത് എന്താണ്, അവിടെ ഈ പറയുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ ഓരോ LED ഒരു കണ്ടിന്യൂസ് ലൈൻ ആയിട്ടാണ് തോന്നിപ്പിക്കുക. ഇനി അത് വേണ്ട, ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ ചതുരം വരക്കുന്ന സമയത്ത് ഒരു 3 വര വരച്ചാൽ തന്നെ, അല്ലെങ്കിൽ ചതുരത്തിന്റെ ഒരു 3/4 ഭാഗം വരച്ചാൽ തന്നെ നമുക്കത് ചതുരമായിട്ട് നമ്മൾ പെർസെപ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ്, അതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഗുഡ് കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലോ ഓഫ് ക്ലോഷർ. ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് നിൽക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ സാധനമാണെന്ന് വിചാരിച്ചു പോകും. ഇപ്പൊ WWB അല്ലെ, WWF ആണെന്ന് തോന്നുന്നുണ്ടല്ലേ, WWF അല്ലേ, വേൾഡ് വൈഡ് പാണ്ട റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. ആ ഒരു ഇമേജ് നോക്കുക, അതൊരു ഒരു ഓർഗനൈസേഷന്റെ ലോഗോയാണ് അല്ലെ. അതിൽ കുറച്ച് കറുത്ത വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വരച്ചു വെച്ചിട്ട് വൈറ്റ് ഭാഗത്തിന് എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കറുപ്പ് മാത്രമാണ് വരച്ചത്. സോ അതെന്തെങ്കിലും ഒരു പാണ്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ലോ ഓഫ് ക്ലോഷർ. പിന്നെ ലോ ഓഫ് കോമൺ റീജിയൻ അല്ലെങ്കിൽ കോമൺ ഫെയ്റ്റ് എന്ന് പറയും. കോമൺ റീജിയൻ എന്ന് പറയുമ്പോൾ ഒരേ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരേ സിമിലർ ഡയറക്ഷനിലേക്ക് പോകുന്ന സാധനങ്ങളൊക്കെ അതിനങ്ങൾ നമ്മൾ അങ്ങനെ പെർസെപ്റ്റ് ചെയ്യും.
പിന്നെ ലോ ഓഫ് ഗുഡ് ഫോം അല്ലെങ്കിൽ പ്രാഗ്നാസ് എന്ന് പറയും അല്ലെ, അതിന് ഉദാഹരണമാണ് ഒളിമ്പിക്സിന്റെ ലോഗോ. ഒളിമ്പിക്സിന്റെ ലോഗോ ഒരു നല്ല ഫിഗർ ആയിട്ട് തോന്നാൻ കാരണം എന്താ, 5 സർക്കിളുകൾ അതിന്റെ ഒരു ഡിസ്റ്റൻസും അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേണും ഡിസൈനും ഒക്കെ അനുസരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. 6 പ്രിൻസിപ്പിൾസ് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. പിന്നെ മാക്സിമം എന്ത് ചെയ്യുക, എക്സാമ്പിൾസും അതുപോലെ ചിത്രങ്ങളൊക്കെ വരച്ച് എഴുതാൻ നോക്കുക. പിന്നെ പെർസെപ്ഷൻ കോൺസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഉണ്ട്. നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുപോലെ തന്നെ പെർസെപ്റ്റ് ചെയ്യും. അതിന് വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. സൈസ് കോൺസ്റ്റൻസി അല്ലെ. ഇപ്പൊ ഒരു സൈസ് എങ്ങനെ നമ്മളെ കണ്ണെന്ത് ചെയ്യും, കണ്ണി ഒരു ചിത്രം ചെറുതാണോ വലുതാണോ എന്ന് എന്താ പറയുക പെർസെപ്റ്റ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ അത് റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ സാധനം എപ്പോഴും ചെറുതാണ് അല്ലെങ്കിൽ ഒരു സാധനം ചെറുതാണ് അതിനൊപ്പം വലുത് കൊണ്ടുവെക്കുമ്പോൾ, അതാണ് സൈസ് കോൺസ്റ്റൻസി. പിന്നെ ഷേപ്പ് കോൺസ്റ്റൻസി ഉണ്ട്. പിന്നെ ഡോർ തുറക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെ, അടിയിൽ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഡോർ നീളം കൂടുതലായിരിക്കും, വിട്ടുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഡോർ ചെറുതായിരിക്കും. പക്ഷെ അതിന് ഡോറിന് എന്തെങ്കിലും സൈസിൽ ചേഞ്ച് വരുത്തുന്നുണ്ടോ? ഇല്ല. ഏത് സമയത്താണെങ്കിലും എങ്ങനെയാണെങ്കിലും ഷേപ്പ് കോൺസ്റ്റന്റ് ആണെന്നുള്ളത് നമുക്കറിയാം. പിന്നെ കളർ ഓർ ബ്രൈറ്റ്നസ് കോൺസ്റ്റൻസി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് എങ്ങനെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് പെർസെപ്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ഇഫക്റ്റ് ഓഫ് മോട്ടിവേഷൻ അല്ലെങ്കിൽ നീഡ് അല്ലെ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല വിശക്കുന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എടുത്തുകൂടെ എന്ന് വേണ്ട, ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് ദൂരെ ഒരു ഫുഡിന്റെ സ്മെല്ല് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അറ്റൻഷൻ സീക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു പെർസെപ്റ്റ് ചെയ്യും. കാരണം എന്താ, ഇഫക്റ്റ് ഓഫ് നീഡ് അല്ലെങ്കിൽ ഇഫക്റ്റ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയും. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്, ഇഫക്റ്റ് ഓഫ് എക്സ്പെക്ടേഷൻ അല്ലെ, പെർസെപ്ച്വൽ എക്സ്പെക്ടൻസി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3 വര അല്ലെങ്കിൽ ഒരു പകുതി സെമി സർക്കിൾ വരക്കുമ്പോൾ തന്നെ അത് സർക്കിളായിട്ട് പെർസെപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലെ. ഇഫക്റ്റ് ഓഫ് എക്സ്പെക്ടേഷൻ ആണ് ആ സാധനം. പിന്നെ അതിനൊക്കെ നിങ്ങളെ ടെക്സ്റ്റില് നല്ലൊരു ഉദാഹരണം ഉണ്ട്. ആ ബി ആണ് കുറച്ചുകൂടി നല്ലൊരു ഉദാഹരണം. ബി നമ്മൾ 1, 3 എഴുതാന്ന് വിചാരിക്കും. 1, 3 ആ 1ന്റെ 3ന്റെ ഇടയിൽ അത്ര ഡിസ്റ്റൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യും, ബി ആയിട്ട് നമ്മൾ പെർസെപ്റ്റ് ചെയ്യും, ക്യാപിറ്റൽ ബി ആയിട്ട്. പിന്നെ ഇഫക്റ്റ് ഓഫ് ഇമോഷൻസ് പറയുന്നുണ്ട്, ഇഫക്റ്റ് ഓഫ് സ്റ്റിമുലസ് ക്യാരക്ടറിസ്റ്റിക്. സ്റ്റിമുലസ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റിമുലസ് ചിലപ്പോൾ ലൈറ്റ് ആവാം, ചിലപ്പോൾ സൗണ്ട് ആവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും എനർജി ആവാം. സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിട്ട് നമ്മുടെ പെർസെപ്ഷൻ മാറും. പിന്നെ ഇഫക്റ്റ് ഓഫ് എക്സ്പീരിയൻസ്, നമുക്ക് ഓൾറെഡി ഒരു സാധനത്തിനോട് മുന്നേ ഉള്ള എക്സ്പീരിയൻസ്. പിന്നെ ഇഫക്റ്റ് ഓഫ് ദി കൾച്ചർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ലോസ് ഓഫ് പെർസെപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾ പറഞ്ഞു. പിന്നെ പെർസെപ്ച്വൽ കോൺസ്റ്റൻസി എങ്ങനെയാണ് സംഭവിക്കുന്നത് പറഞ്ഞു. പിന്നെ പെർസെപ്ഷൻ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ സ്റ്റേജസും തിയററ്റിക്കൽ അപ്രോച്ചസും പറഞ്ഞു. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. യൂണിറ്റ് 4ലേക്ക് വരുന്ന സമയത്ത് അതും പെർസെപ്ഷനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ടൈപ്സ് ഓഫ് പെർസെപ്ഷനും പെർസെപ്ഷനിൽ സംഭവിക്കുന്ന എററുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ചാപ്റ്റർ നോക്കുക, ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് അല്ലെ. എങ്ങനെയാണ് നമ്മളൊരു സാധനം ആരുണ്ടോ, എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ. ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനം എത്ര ഡിസ്റ്റൻസിൽ, അപ്പൊ ചിലർക്കൊന്നും കഴിയൂല അല്ലെ. എത്ര ദൂരത്തിലാണ് ഈ വാഹനം, ഇത്ര സ്പീഡിൽ വരുന്ന വാഹനം നമ്മൾ ഓടുക അല്ലെങ്കിൽ നടക്കുക ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, വണ്ടി ഇടിക്കോ ഇല്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പൊ അതൊക്കെ എന്താണ് പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അത് 2 കാര്യങ്ങൾ, മോണോക്യുലർ ക്യൂസും ബൈനോക്യുലർ ക്യൂസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂവ്മെന്റ് പെർസെപ്ഷൻ, സൈസ് പെർസെപ്ഷൻ, പിന്നെ പെർസെപ്ഷനിൽ സംഭവിക്കുന്ന എററുകൾ, അതിൽ വരുന്ന ഒരു സംഭവമാണ് ഇല്യൂഷൻ പോലെ സാധനം. അതിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇല്യൂഷൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. യൂണിറ്റ് 4 വരുന്ന അല്ലെങ്കിൽ പെർസെപ്ഷൻ ടൈപ്സ് ആൻഡ് എറേഴ്സിന്റെ ഉള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. ഒന്ന്, എക്സ്പ്ലെയിൻ ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് പെർസെപ്ഷൻ, ഓക്കെ, ഇൻക്ലൂഡിംഗ് ക്യൂസ്. അപ്പം അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു സബ് ഹെഡിങ് അങ്ങനെ തന്നെയാണ്. പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അതിന്റെ ഉള്ളിൽ മോണോക്യുലർ ക്യൂസും ബൈനോക്യുലർ ക്യൂസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ സൈസ് ആൻഡ് മൂവ്മെന്റ് പെർസെപ്ഷൻ. അതും എന്താണ്, ഒരു സബ് ഹെഡിങ്, 2 സബ് ഹെഡിങ് ആണ്. മൂവ്മെന്റ് പെർസെപ്ഷൻ, സൈസ് പെർസെപ്ഷൻ എന്ന് പറയുന്ന 2 ഹെഡിങ്ങുകളാണ്, മെയിൻ ഹെഡിങ് ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ടൈപ്സ് ഓഫ് ഇല്യൂഷൻ. അതൊരു സബ് ഹെഡിങ് ആണ്. ഓക്കെ, സോ ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്കുകളും പെർസെപ്ഷനിലെ എറർ ഒഴിച്ച് ബാക്കി എല്ലാ ടോപ്പിക്കും ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് തന്നെ ആയിരിക്കും ഈ ചാപ്റ്ററിന് ഇനിയും ചോദിക്കാൻ ചാൻസസ് ഉള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ദ ചാപ്റ്റർ, പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മോണോക്യുലർ ക്യൂസും ഉണ്ട്, അതുപോലെ ബൈനോക്യുലർ ക്യൂസും ഉണ്ട്. മോണോക്യുലർ ക്യൂസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒറ്റ കണ്ണുകൊണ്ട് നമ്മൾ ബ്രെയിന് പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. പണ്ട് ടീച്ചർമാർ നമ്മളോട് പറയൂലേ, ഒരു കണ്ണടച്ചിട്ട് പെന്നിന്റെ മൂടി ഇടാൻ പറയൂലേ. ചിലർക്ക് അത് കഴിയും, ചിലർക്ക് കഴിയൂല അല്ലെ.
അതെന്താണ്? മോണോക്യുലർ ക്യൂ എന്നാണ് അതിനെ പറയാം. ഒരു കണ്ണ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്യൂസ്, അതാണ് മോണോക്യുലർ ക്യൂസ്. അതിൽ റിലേറ്റീവ് സൈസ് ഉണ്ടാകും അല്ലെ. ഇപ്പം ഒരു കണ്ണടക്കുമ്പോൾ ചിലപ്പം വലത്തെ ഭാഗത്ത് കൂടുതൽ തോന്നും, ഇടത്തെ കണ്ണടക്കുമ്പോൾ ചിലപ്പോൾ ഒരു സാധനം എന്ത് ചെയ്യും നമുക്ക് ഇപ്പൊ ഒറ്റ കണ്ണായിട്ട് നോക്കുമ്പോൾ ചിലപ്പം നമുക്ക് ഡിസ്റ്റൻസിലെ സൈസ് റിലേറ്റീവ് സൈസും ഡിസ്റ്റൻസ് ആയിട്ട് തോന്നും. കുറെ ദൂരത്തുള്ള സാധനം ചെറുതായിട്ടും ഏറ്റവും അടുത്തുള്ള സാധനം ഭയങ്കര വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അവിടെ എന്തെങ്കിലും സൈസിന് ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെയാണ് ടെക്സ്ചർ ഗ്രേഡിയന്റ് പറയുന്നുണ്ട്. പിന്നെ ഏരിയൽ പെർസ്പെക്റ്റീവ് ഹെയ്സ് പറയുന്നുണ്ട്. അതൊക്കെ വിത്ത് ഇമേജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാത്തത്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് നോക്കാം, നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. പിന്നെ ലീനിയർ പെർസ്പെക്റ്റീവ്, നമ്മുടെ റോഡാവട്ടെ റെയിൽവേ ക്രോസ് ആവട്ടെ ഒക്കെ ഒരു ലീനിയർ പെർസ്പെക്റ്റീവ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇന്റർപൊസിഷൻ അല്ലെ, ആ ചിത്രം നോക്കുക, ആ ചതുരത്തിന് മുന്നിൽ വൃത്തം വന്നതുകൊണ്ട് അല്ലെങ്കിൽ സർക്കിൾ വന്നതുകൊണ്ട് അവിടെ ചതുരം ഫുൾ അല്ലാതെ നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അവിടെ ഒരു ഫുൾ ബോക്സ് ഉള്ളതുപോലെ അല്ലെങ്കിൽ ഫുൾ സ്ക്വയർ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. അതാണ് ഇന്റർപൊസിഷൻ. പിന്നെ അക്കമഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ബൈനോക്യുലർ ക്യൂ എന്ന് പറയുമ്പോൾ രണ്ട് കണ്ണുകൊണ്ട് ഒരേ സമയം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന പെർസെപ്ഷൻ, ലെഫ്റ്റ് ഐയും റൈറ്റ് ഐയും യൂസ് ചെയ്തിട്ട് അതിനൊരു നല്ലൊരു ഇമേജ് റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ചിലപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഫോണിന്റെ സൈസ് ഇത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ചെയറിന് ഇത്ര കട്ടിയുണ്ട് അല്ലെ, നമ്മുടെ മുന്നിലിരിക്കുന്ന വാള് ഇത്ര ഈ ഷേപ്പിലാണ്, ഇതൊക്കെ എങ്ങനെയാണ് രണ്ട് കണ്ണും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് 3D ഇമേജ് കിട്ടുന്നത്. ഓക്കെ. പിന്നെ അതിൽ കൺവെർജൻസ് ഉണ്ട് അല്ലെ, അടുത്തുള്ള സാധനം പിന്നെ ദൂരമുള്ള സാധനത്തിനെ കുറിച്ചിട്ടൊക്കെ ആംഗിൾസ് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് അതിൽ ബേസിക്കലി. അപ്പൊ മോണോക്യുലർ ക്യൂവും ബൈനോക്യുലർ ക്യൂ ആണ് ബേസിക്കലി അതിൽ പറയുന്നത്. ഇനി മൂവ്മെന്റ് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. മൂവ്മെന്റ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ട് അല്ലെ. ഇപ്പൊ ഫാൻ ഓൺ ആക്കുന്ന സമയത്ത് പത്രം പാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ പാറുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൈ അനങ്ങുന്നുണ്ടെങ്കിൽ, റോഡിലേക്ക് നോക്കുന്ന സമയത്ത് വാഹനം പോകുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മൂവ്മെന്റ് പെർസെപ്ഷൻ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഡിറക്ഷൻ സ്പീഡ് കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിയാണ് മൂവ്മെന്റ് പെർസെപ്ഷൻ. അതിൽ റെറ്റിനൽ മോഷൻ ഉണ്ട് അല്ലെ. ഒരു ഇമേജ് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണും നമ്മളെ റെറ്റിന എന്ത് ചെയ്യും, മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് മോഷൻ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇപ്പോ ചില വീഡിയോസ് ഒക്കെ നിങ്ങൾ റീലിൽ കാണില്ലേ, കുറെ നേരം ഒരു റെഡ് ഡോട്ടിൽ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാല് പിന്നെ പെട്ടെന്ന് നമ്മളൊരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഇത് മൂവ് ചെയ്യുന്ന പോലെ തോന്നൂലേ. അതാണ് മോഷൻ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്. ഒരുപാട് നേരം ഒരു മൂവിങ് ഒബ്ജക്റ്റിലേക്ക് നോക്കി നിന്നിട്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്റ്റേഷനറി ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്ട്. പിന്നെ ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് മൂവ്മെന്റ്, പിന്നെ അപ്പാരന്റ് മൂവ്മെന്റ്, അത്രയും കാര്യങ്ങൾ. അതുപോലെ വരുന്ന മറ്റൊരു പെർസെപ്ഷൻ ആണ് സൈസ് പെർസെപ്ഷൻ. സൈസ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിന്റെ സൈസ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ദൂരെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു വീട് ചെറിയ പീസ് ഇല്ലേ, നമ്മളെ കൈയിന്റെ ഉള്ളിലൊക്കെ നമ്മൾ മറ്റേ ഒരു ഫോട്ടോസ് ഒക്കെ എടുക്കൂല്ലേ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാല്, സൂര്യനെ കൈയിന്റെ ഉള്ളിൽ ഒതുക്കിയിട്ടും കൈയിന്റെ ഉള്ളിൽ വെച്ചിട്ടും വിരലിന്റെ ഉള്ളിൽ പിടിച്ചിട്ടൊക്കെ, അതെന്തുകൊണ്ടാണ്? സൈസ് പെർസെപ്ഷൻ. പക്ഷെ നമുക്കറിയാം ആ സൂര്യനെ എത്ര നമ്മളെ കൈയിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതിന്റെ സൈസ് എത്രയെന്ന് നമുക്ക് മനസ്സിലാവും, നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അതാണ് സൈസ് പെർസെപ്ഷൻ. സൈസ് പെർസെപ്ഷനിൽ വരുന്ന ഒന്നാണ് സൈസ് ഡിസ്റ്റൻസ് ഇൻവാരിയൻസ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിലൊരു ഫോർമുല ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. പിന്നെ ഫെമിലിയർ സൈസ് തിയറി അല്ലെങ്കിൽ ക്യൂ എന്ന് പറയും, തിയറി ഓഫ് ഡയറക്റ്റ് പെർസെപ്ഷൻ. പിന്നെ ഈ പെർസെപ്ഷനിൽ സംഭവിക്കുന്ന എററുകളാണ് ബേസിക്കലി രണ്ടെണ്ണം. ഒന്നെന്താ, ഇല്യൂഷൻ, അടുത്തത് ഹാലുസിനേഷൻ. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാൾസ് പെർസെപ്ഷൻ ആണ് ഇല്യൂഷൻ. അതായത് നമുക്ക് ഓൾറെഡി കാണുന്ന സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, തെറ്റായിട്ട് പെർസെപ്റ്റ് ചെയ്യുന്നതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഹാലുസിനേഷൻ ഇല്യൂഷൻ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ് അല്ലെ. ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഹാലുസിനേറ്റ് ചെയ്യുന്ന ആൾക്ക് ഇപ്പൊ നമ്മൾ റൂമിൽ ഒരു ബെൽറ്റ് തൂക്കിയിട്ടുണ്ട് വിചാരിക്കുക, ആ ബെൽറ്റിന് ചിലപ്പോൾ പാമ്പായിട്ട് തോന്നും. അതാണ് ഹാലുസിനേഷൻ അല്ലെ. പിന്നെ ചിലപ്പോൾ നമുക്ക് തോന്നലുണ്ടല്ലോ, ഒരു അബായ അല്ലെങ്കിൽ ഫർദ അങ്ങനത്തെ കറുത്ത അല്ലെങ്കിൽ വെള്ള ജുബൊക്കെ തൂക്കിയിട്ട് രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യില്ലേ, അതെന്താണ്? ഹാലുസിനേഷൻ ആണ്. ഒരു സാധനം അവിടെ എന്തുണ്ടാവും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി ആ സാധനം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് നമ്മൾ തെറ്റായിട്ട് പെർസീവ് ചെയ്യും. അങ്ങനെ പെർസെപ്ഷനിൽ എറർ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇല്യൂഷനും ഹാലുസിനേഷനും. പിന്നെ അതിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. മുള്ളർ ഇല്യൂഷൻ പറയുന്നുണ്ട്, അതായത് ലൈനിന്റെ ഡിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ പോൺസോ ഇല്യൂഷൻ പറയുന്നുണ്ട്. പോൺസോ ഇല്യൂഷൻ റെയിൽവേ ട്രാക്കിന്റെ എക്സാമ്പിൾ ആണ് അതിൽ പറയുന്നത്. പിന്നെ എപ്പിങ്ങോസ് ഇല്യൂഷൻ പറയുന്നുണ്ട്. എപ്പിങ്ങോസ് ഇല്യൂഷൻ പറയുന്നത് എന്താണ്,
ചുറ്റുമുള്ള കാര്യങ്ങളുടെ സെയിൽസ് പെർസെപ്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എബിങ്ങോസ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ എയിംസ് റൂം ഇല്യൂഷൻ ആണ്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇല്യൂഷൻ കാണിച്ചു തരുന്ന ചില സ്ഥലങ്ങളുണ്ട്. ചില എന്താ പറയാ ഫെസ്റ്റിവൽസിലും ചില എക്സിബിഷൻസിലൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനം എയിംസ് റൂം ഇല്യൂഷൻ. ഒരു ഭാഗം ചെരിഞ്ഞിട്ടായിരിക്കും. നമ്മൾ വിചാരിക്കും എന്ത് ചെയ്യും, ആ ഭാഗം ഹൈറ്റ് കുറവാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് സെയിം ഹൈറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതാണ് എയിംസ് റൂം ഇല്യൂഷൻ. പിന്നെ മൂൺ ഇല്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെയാണ് ഇല്യൂഷന്റെ ടൈപ്സ് ഓഫ് ഇല്യൂഷൻ. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. സോ ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഇപ്പൊ പെർസെപ്ഷന്റെ മൊത്തത്തിലുള്ള ഓവറോൾ ഔട്ട്ലുക്ക് നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ എന്താണ്? തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ് അല്ലെ. എങ്ങനെയാണ് നമ്മളൊരു കാര്യം ചിന്തിക്കുന്നത്, എങ്ങനെയാണ് അപ്പുറത്തെ ഒരാൾ പറഞ്ഞ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, പിന്നെ ഭാഷ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനുള്ളിൽ പ്രോസസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ എങ്ങനെയാണ് മലയാളത്തിലാണ് തലച്ചോറിൽ ചിന്തിക്കുന്നത് അല്ലെ. മലയാളത്തിലാണ് നിങ്ങളെ ബ്രെയിൻ ഈ സാധനം പ്രോസസ് ചെയ്യുന്നത്. സോ തിങ്കിങ് ആൻഡ് ലാംഗ്വേജ് ആണ് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ നോക്കാം. ചാപ്റ്റർ യൂണിറ്റ് 5 തിങ്കിങ് ആൻഡ് ലാംഗ്വേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് തിങ്കിങ് തന്നെയാണ്. തിങ്കിങ്ങിന്റെ കൺസെപ്റ്റ്, അതിന്റെ ടൈപ്പ്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് തിങ്ക് ചെയ്യുന്ന സമയത്ത് പ്രോസസ് സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ അതിൽ വരുന്ന ഒരു കാര്യം ക്രിയേറ്റിവിറ്റി ആണ്. പിന്നെ ക്രിയേറ്റിവിറ്റിന്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ്ങിന്റെ കൺസെപ്റ്റ് പറയുന്നുണ്ട്, ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. ലാംഗ്വേജിന്റെ കൺസെപ്റ്റ്, ലാംഗ്വേജിനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, പിന്നെ അതിന്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസ് നോക്കാം. യൂണിറ്റ് 5 വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് തിങ്കിങ് ആൻഡ് സ്റ്റേജസ് ഓർ ബാരിയേഴ്സ് ഓഫ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് തിങ്കിങ്. ഓക്കെ, സോ ഇത് ഒരുപാട് വർഷങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതൊറ്റ ക്വസ്റ്റ്യൻ ആക്കിക്കൊണ്ടുള്ള ഒരു ഇതാണത്. പിന്നെ ഒന്നെന്താണ്? പ്രോസസ് ഓഫ് തിങ്കിങ് അല്ലെ. എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനുള്ളിൽ ചിന്തിക്കുക എന്നുള്ള ഒരു പ്രോസസ് നടക്കുന്നത് അല്ലെ. ഒരു കാര്യം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ ഒരു കാര്യം അറിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിനുള്ളിൽ ചിന്തിക്കുക എന്നുള്ളൊരു പ്രോസസ് നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിന്റെ സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് പറയുന്നുണ്ട്. പിന്നെ ബാരിയേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ബാരിയേഴ്സ് ഓഫ് പ്രോബ്ലം സോൾവിംഗ് തിങ്കിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്ക്രൈബ് ദ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻ ചിൽഡ്രൻ അല്ലെ. എങ്ങനെയാണ് കുട്ടികളിൽ ലാംഗ്വേജസ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചുള്ള ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്, സബ്ജക്റ്റിംഗ് ആണ്. അതാണ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു 2 ചോദ്യമാണ് ബേസിക്കലി. ഇതിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിൽ 2 പഠിച്ചു വെക്കുക. സോ ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തിങ്കിങ്ങിന്റെ കൺസെപ്റ്റും അതിന്റെ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. തിങ്കിങ് എന്ന് പറയുന്നത് എന്താ? ഒരു ഹയർ മെന്റൽ പ്രോസസ് ആണ് അല്ലെ. ഒരേ സമയം നമ്മുടെ മെമ്മറിയും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ പെർസെപ്ഷനും നമ്മുടെ അറ്റൻഷനും നമ്മുടെ കോൺസെൻട്രേഷനും ഇങ്ങനെ ഒരുപാട് കോഗ്നിറ്റീവ് സാധനങ്ങൾ ഒരേ സമയം വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രോസസ് ചെയ്യേണ്ട ഒരു സാധനമാണ് തിങ്കിങ്. സോ ഒബ്വിയസ്ലി തിങ്കിങ് ഈസ് എ ഹയർ മെന്റൽ പ്രോസസ്. ഓക്കെ, പിന്നെന്താ? സോ അതാണ് തിങ്കിങ് എന്ന് പറയുന്നത്. തിങ്കിങ് ഈസ് എ ബിഹേവിയർ വിച്ച് ഇസ് ഓഫൺ ഇംപ്ലിസിറ്റ് ആൻഡ് ഹിഡൻ ഇൻ വിച്ച് സിമ്പിൾസ് ആർ ഓർഡിനറിലി എംപ്ലോയിഡ് അല്ലെ. തിങ്കിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബിഹേവിയർ ആണ്. പക്ഷെ അത് ഉള്ളിൽ നടക്കുന്ന ഒരു ബിഹേവിയർ ആണ്, പുറത്തുള്ളതല്ല. അവിടെ അതിനാവശ്യമായിട്ടുള്ള ആളുകളൊക്കെ വർക്ക് ചെയ്യും. അതനുസരിച്ചിട്ടാണ് തിങ്കിങ് നടക്കുന്നത്. പിന്നെ വ്യത്യസ്ത രീതിയിലേക്ക് നമുക്ക് തിങ്കിങ്ങിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് പെർസെപ്ഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറയും അല്ലെ. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഓൾറെഡി ഒരു സാധനത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിൽ വല്ലാണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലെ. ഇപ്പൊ നിങ്ങളോട് സൈക്കോളജി എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ സാധനം അറിയും അല്ലെ. എങ്ങനെയാണ് എന്താണ് സൈക്കോളജി സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികം ഓവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അടുത്തത് കൺസെപ്ച്വൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ് അല്ലെ. അതായത് പെർസെപ്ച്വൽ തിങ്കിങ്ങിനേക്കാൾ മുകളിലുള്ള ഒരു സാധനമാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഇമോജി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമോജി ഇടുമ്പോൾ അല്ലെ, ഏതെങ്കിലും സിമ്പിൾസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് പറയുന്ന സമയത്ത് ഇപ്പൊ തിയറി പറയുമ്പോൾ നമ്മൾ അത് ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കും അല്ലെ. അതിനെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ കൺസെപ്ച്വൽ തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത് റിഫ്ലക്റ്റീവ് തിങ്കിങ് ആണ്. റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസസ് ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന തിങ്കിങ് ആണ്. നമുക്കിപ്പോൾ ഓൾറെഡി മുമ്പ് ഒരു പ്രശ്നം നടന്നു. നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു, കടം തിരിച്ചു കിട്ടിയില്ല, അതൊരു പ്രോബ്ലം ആയിരുന്നു. നമുക്ക് അന്ന് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് എന്ത്, ചോദിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്, കടം കൊടുക്കരുത് എന്നുള്ളത്. അപ്പം അടുത്ത പ്രാവശ്യം ഒരാൾ കടം ചോദിക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ റിഫ്ലക്റ്റീവ് തിങ്കിങ്ങിലേക്ക് പോകും. പിന്നെ അടുത്തതാണ് ക്രിയേറ്റീവ് തിങ്കിങ്. പിന്നെ പുതിയ ഐഡിയകളോ പുതിയ കാര്യങ്ങളോ പുതിയ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ചിന്ത. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ജഡ്ജ് ചെയ്യാനും അതുപോലെ അസംഷൻസിനെ എക്സാമിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ ഇതൊക്കെയാണ് തിങ്കിങ്ങിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ് ഓഫ് തിങ്കിങ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ,
എങ്ങനെയാണ് നമ്മൾ തലച്ചോറിനുള്ളിൽ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമ്മൾ അറിയണം. അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് മെന്റൽ ഇമേജറി അല്ലെ. നമുക്ക് ഇപ്പോ കുളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ നിങ്ങൾക്ക് ചെറുപ്പത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ മൈൻഡിൽ കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു ഇമേജ് ഉണ്ടാകും അല്ലെ. ഇപ്പൊ കാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലെ കാറാകും, ചിലപ്പോൾ നിങ്ങൾ കൂട്ടുകാരനെ വാങ്ങിയിട്ട് ഇടിച്ചു പോയ കാറായിരിക്കാം. അങ്ങനെ അതാണ് മെന്റൽ ഇമേജറി. പിന്നെ കൺസെപ്റ്റ് ഉണ്ടാവും, പ്രൊപ്പോസൽ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി തിങ്കിങ് എന്നുള്ള പ്രോസസ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, സോ പിന്നെ തിങ്കിങ്ങിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് കൺസെപ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റിയും പിന്നെ പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെ നമ്മുടെ തിങ്കിങ് പ്രോസസ്സിലൂടെ നടക്കുന്നതാണ് അല്ലെ. ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും പുതിയ പ്രോബ്ലവും, ഇപ്പൊ ക്രിയേറ്റിവിറ്റി എങ്ങനെ സംഭവിക്കുന്നത്, നമുക്ക് പാസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു പുതിയ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പാസ്റ്റ് എക്സ്പീരിയൻസിനെ കൂട്ടുപിടിച്ചിട്ട് പുതിയൊരു സംഭവം ഉണ്ടാക്കുന്നു അല്ലെ. സോ അതാണ് കൺസെപ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി വരേണ്ടത്. പിന്നെ ഈ ക്രിയേറ്റീവ് തിങ്കിങ്ങിന്റെ സ്റ്റേജസ് പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്ലുമിനേഷൻ, വെരിഫിക്കേഷൻ. ഓക്കെ, ഈ 4 സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രോബ്ലം സോൾവിംഗ് ആണ്. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം അല്ലെ, അത് എന്ത് പ്രശ്നമാവാം, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണതാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാംഫുൾ ആവണതാവാം, എന്ത് പ്രശ്നമാണെങ്കിലും ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിന് ഈ പറഞ്ഞതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, എന്താണ് പ്രോബ്ലം, പിന്നെ അത് പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം, പിന്നെ സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഓർഗനൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ, അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, അങ്ങനെ ഒരു 7 സർക്കിൾ ഉണ്ട്. ആ സർക്കിൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. പിന്നെ പ്രോബ്ലം സോൾവിങ്ങിന് വരുന്ന കുറച്ച് ബാരിയേഴ്സുകൾ അതിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് പെർസെപ്ഷൻ സെറ്റ് അല്ലെങ്കിൽ മെന്റൽ സെറ്റ് എന്താണെന്നുള്ള സംഭവം, നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം സിമ്പിൾ ആയിട്ട്. പിന്നെ ഫങ്ഷണൽ ഫിക്സഡ്നെസ്, പിന്നെ യൂസിങ് ഇൻകംപ്ലീറ്റ് റെപ്രസെന്റേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ എന്തുണ്ട്, ഇമോഷണൽ ബ്ലോക്ക് അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ പ്രോബ്ലം സോൾവിങ്ങിന്റെ ബാരിയേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. അടുത്ത നമ്മൾ പറഞ്ഞു ഡിസിഷൻ മേക്കിംഗ് ആണ്. പിന്നെ ക്രിയേറ്റിവിറ്റി, പോളിസി, പ്രോബ്ലം സോൾവിങ്, പിന്നെ അതുപോലെ ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെയാണ് ഈ ഹയർ മെന്റൽ പ്രോസസിംഗ് ആയ തിങ്കിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോഴും അവിടെ എന്താണ്, നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം, ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ജനറേറ്റ് ചെയ്യണം. അതിൽ ഓരോ ആൾട്ടർനേറ്റീവും എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഹാം ചെയ്യാന്ന് മനസ്സിലാക്കണം, അതിന് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ അതിൽ ഏതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എഫക്റ്റീവ്നെസ് ഉണ്ടോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസിഷൻ മേക്കിങ്ങിന്റെ വരുന്നതിൽ ഡിസിഷൻ എടുക്കുന്നിടത്ത് സംഭവിക്കുന്ന കുറച്ച് കോഗ്നിറ്റീവ് എററിൽ സംഭവിക്കുന്ന ഒന്നാണ് ഹ്യൂറിസ്റ്റിക്സ് അല്ലെ. മെന്റൽ ഷോർട്ട് കട്ട് എന്ന് പറയും. നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട്സ് ഉണ്ടോ. അപ്പൊ നമ്മള് നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ കാണുമ്പോൾ ഭയങ്കര ജെന്റിലാണ് എന്ന് നമ്മൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ഇംപ്രഷൻ എന്ത് ചെയ്യും നമ്മളിൽ ഉണ്ടാകും. അത് നമ്മുടെ ഹ്യൂറിസ്റ്റിക്സ് ആണ്. പക്ഷെ അയാളുടെ സ്വഭാവം ഭയങ്കര മോശമായിരിക്കും. അപ്പൊ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇയാളോട് സംസാരിക്കണോ ഇല്ലെങ്കിൽ ഇയാളെ കൂടെ നിർത്തണോ എന്ന് ഡിസിഷൻ എടുക്കുന്നിടത്ത് നമുക്ക് ചിലപ്പം എറർ സംഭവിക്കാം. അതുപോലെ തന്നെയാണ് ബയാസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇനി അടുത്തത് ഇതിലെ രണ്ടാമത്തെ ഒരു ഭാഗം, അതായത് തിങ്കിങ് ആൻഡ് ലേണിംഗ് ലാംഗ്വേജ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതിൽ തിങ്കിങ്ങിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ലാംഗ്വേജ് ആണ് അല്ലെ. എന്താണ് ലാംഗ്വേജ്? ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം അല്ലെ, ഒരു ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സാധനത്തെയാണ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. അതിൽ ചിലപ്പം ഈ പറയുന്നത് പോലെ എന്തൊക്കെ ഉണ്ടാകും, നമ്മുടെ സൗണ്ട് ഉണ്ടാകും, ഒരു ടിപ്പിക്കൽ സബ്ജക്റ്റ് ഉണ്ടാകും, പിന്നെ അതായത് ലാംഗ്വേജ് തന്നെ ഉണ്ടാകും. പിന്നെന്താ, നമ്മുടെ ഗസ്റ്റേഴ്സ്, നോൺ വെർബൽ, വെർബൽ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, അതില് കുറച്ച് സൈക്കോ ലിംഗ്വിസ്റ്റ്, അതായത് ലാംഗ്വേജും സൈക്കോളജിയും കൂടി ഡീൽ ചെയ്ത് പഠിക്കുന്ന ആളുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫൊണീം, മോർഫീം, സെമാൻറ്റിക്സ്, സിൻടാക്സ്, പ്രാഗ്മാറ്റിക്സ്, ഈ കാര്യങ്ങളൊക്കെയാണ് ലാംഗ്വേജിനെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഫൊണീം എന്ന് പറയുമ്പോൾ ബേസിക് യൂണിറ്റ് ഓഫ് സ്പോക്കൺ ലാംഗ്വേജ്. നമ്മൾ വർത്താനം പറയുമ്പോൾ ഉണ്ടാകുന്ന ബേസിക് യൂണിറ്റുകളാണ്. ഇപ്പൊ പെൻ എന്ന് പറയുമ്പോൾ അവിടെ 3 ഫൊണീംസ് ആണ് ഉണ്ടാകുന്നത്, PEN അല്ലെ. ഇത് 3 കൂടി ചേരുമ്പോഴാണ് ഫൊണീം ആകുന്നത്. ഓക്കെ, സോറി, ഇത് 3 ഫൊണീംസ് ആണ്. പിന്നെ മോർഫീം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് ആണ് അല്ലെ. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മീനിങ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. റീമേക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും 2 വേർഡുകളാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരൊറ്റ വേർഡിന്റെ മീനിങ് ആണ് നമ്മൾ എടുക്കുന്നത്. റീമേക്ക് അല്ലെ, റീമേക്ക് വീണ്ടും ഉണ്ടാക്കുക. പക്ഷെ നമ്മളത് റീന്റെ ഒരു അർത്ഥം മേക്കിന്റെ ഒരു അർത്ഥമാണ് എടുക്കുന്നത്. അല്ല, സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ സെമാൻറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു വേർഡിന്റെയോ അല്ലെങ്കിൽ ഒരു സെന്റൻസോ ഒക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ടാകും. ഈ റൂൾസ് ബേസ് ചെയ്തിട്ട് അതിനെ മനസ്സിലാക്കുന്നുള്ളതാണ് അല്ലെ. ഇപ്പോ പാസ്റ്റ് ടെൻസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വാക്ഡ് അല്ലെ, ലിസൺഡ്, ED കൂട്ടുക. പിന്നെ അതുപോലെ പ്രസന്റ് ആണെങ്കിൽ ING കൂട്ടുക. ഫ്യൂച്ചർ ആണെങ്കിൽ എന്താ പറയാ, വില്ല് അല്ലെ, വില്ല്, വുഡൊക്കെ കൂട്ടുക, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അടുത്തതാണ് സിൻടാക്സ്. സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഗ്രാമറ്റിക്കൽ റൂളുകളാണ്.
പിന്നെ അടുത്തത് പ്രാഗ്മാറ്റിക്സ് ആണ്. പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിയൽ റൂൾ അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ജോയിന്റ് അടിക്കുക അല്ലെ. ജോയിന്റ് അടിക്കുക എന്ന് പറയുന്നത് എന്താ? ജോയിന്റ് അടിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അത് പ്രൈവറ്റ് ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്യുന്ന പ്രാഗ്മാറ്റിക് ആണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനെയും പറയാം, എന്താ അല്ലെ, മൂത്തോരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനം കീപ്പ് ചെയ്യണം അല്ലെ. അവന്, അവള് അല്ലെങ്കിൽ ഇജ് പിന്നെ എന്നൊന്നും പറയരുത്, മറിച്ച് അദ്ദേഹം, ഇങ്ങള് എന്നൊക്കെ പറയണം എന്ന് പറയുന്നത് എന്താണ്? പ്രാഗ്മാറ്റിക്സ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് എന്താണ്, ലാംഗ്വേജിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ളത്. ഇനി എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്ഡ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇൻഫൻസിലും പറയുന്നുണ്ട്, ചിൽഡ്രനിലും പറയുന്നുണ്ട്. ഇൻഫൻസ് എന്ന് പറയുമ്പോൾ കൈക്കുഞ്ഞ് അല്ലെ, കൈക്കുഞ്ഞ് അവരിൽ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഒന്ന് സ്പീച്ച് പെർസെപ്ഷൻ അല്ലെ. സ്പീച്ച് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു പ്രായത്തില് അവരെ ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്നതായിട്ടുള്ള സൗണ്ടും അല്ലെ, സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കും. അതാണ് സ്പീച്ച് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ലാംഗ്വേജ് പ്രൊഡക്ഷൻ, അവർ കോംപ്രിഹെൻസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും. ആ മ എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ചേരുമ്പോൾ അമ്മ എന്നുള്ള വാക്കാവുന്നു എന്നുള്ള കോംപ്രിഹെൻഷനിലേക്ക് അവർ വരികയും അതിനെന്ത് ചെയ്യും? മനസ്സിലാക്കും. അമ്മ എന്ന് വിളിക്കുമ്പോൾ ഇന്ന പ്രസവിച്ച ആള് തിരിഞ്ഞു നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവര് കേൾക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നുള്ളത്. ഇനി ലാംഗ്വേജ് പ്രൊഡക്ഷൻ എന്താ? അവർ അമ്മ എന്ന് പറഞ്ഞു തുടങ്ങും അല്ലെ. മറ്റേത് മനസ്സിലാക്കും, കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് എടുക്കും, പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ചെയ്തു തുടങ്ങും. അതാണ് ഇൻഫൻസിയിൽ. ഓക്കെ. പിന്നെ അടുത്തത് എന്താ? ലാംഗ്വേജ് ഇൻ ചിൽഡ്രൻ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് ചിൽഡ്രനെ കുറിച്ചിട്ടുള്ള ലാംഗ്വേജ് ആണ്. ചിലപ്പോൾ ഇപ്രാവശ്യം ഇൻഫൻസ് ചോദിക്കാം. പിന്നെ ചിൽഡ്രൻസിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർഡ്, പിന്നെ അതുപോലെ മോർഫോളജി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ സിൻടാക്സ്, പ്രാഗ്മാറ്റിക്സ്, നേരത്തെ നമ്മൾ പറഞ്ഞത് കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ഇപ്പോഴും നടക്കുന്ന ഒരു ഡിസ്കഷൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, ലാംഗ്വേജും തോട്ട് പ്രോസസ്സും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ഒരു ഭാഷയിലാണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ചിന്തിച്ചതിന് ശേഷമാണോ നമ്മൾ ചിന്തിച്ചതിന് ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യാണോ ചെയ്യുന്നത് അല്ലെ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലാംഗ്വേജിന്റെ അകത്താണ് തോട്ട് ചെയ്യുന്നതാണ് അല്ലെ. ഇംഗ്ലീഷിൽ ഒരാൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മളത് ഇംഗ്ലീഷിലാണ് തോട്ട് പ്രോസസ്സ് നടക്കുന്നത്. പിന്നെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഉള്ളിൽ തന്നെ നടക്കുന്നത്. സോ ലിംഗ്വിസ്റ്റിക് റിലേറ്റിവിറ്റി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ തോട്ടിനെ ഷേപ്പ് ചെയ്തത് എന്താണ്? ലാംഗ്വേജസ് ആണ് അല്ലെ. മലയാളത്തില് ഇപ്പോ ഇജ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പം അറബിയിലോ അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയിലോ ചിലപ്പോൾ വേറെ സാധനമായിരിക്കും. പക്ഷെ മലയാളത്തിൽ അത് ഈ അല്ലെങ്കിൽ നിങ്ങള് നീ എന്നൊക്കെയുള്ള അർത്ഥമുള്ള സാധനമാണ്. സോ അപ്പൊ ലാംഗ്വേജ് ആണ് ബേസിക്കലി നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഡിബേറ്റുകൾ ഉണ്ട്, ഓപ്പോസിറ്റ് വ്യൂ ഉണ്ട്. സോ യൂണിറ്റ് 5 അവസാനിക്കുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇൻട്രൊഡക്ഷൻ സൈക്കോളജിയുടെ ഫീൽഡുകളിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ പെർസെപ്ഷന്റെ 2 കാര്യങ്ങൾ, പെർസെപ്ഷൻ 2 ചാപ്റ്റർ നമ്മൾ സംസാരിച്ചു. പിന്നെ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അടുത്ത കഴിഞ്ഞ് പറയാൻ പോണത് ലേണിംഗ് എങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്നു പറഞ്ഞല്ലോ. പിന്നെ നമ്മള് അതുപോലെ നമ്മുടെ മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ എന്താണ്? ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഈ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെ, എങ്ങനെയാണ് നമ്മളൊരു ബിഹേവിയർ പഠിക്കുന്നത്, എങ്ങനെയാണ് നമ്മളൊരു ബിഹേവിയർ ഇല്ലാതാക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ലേണിംഗിൽ പറയുന്നത്. സോ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കുക. ഒന്ന് ആസ് യൂഷ്വൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ലേണിംഗ്. പിന്നെ അടുത്തത് തിയറീസ് ഓഫ് ലേണിംഗ്. മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളെ ബേസ്മെന്റ് സെറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 തിയറീസ് ആണ്, അല്ലെങ്കിൽ 4 തിയറീസ് ആണ് തിയറീസ് ഓഫ് ലേണിംഗ് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ അത് ഒരിക്കലും മാറിപ്പോരുത്. അത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ഏത് ഉറക്കത്തിൽ വെച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഓർമ്മ ഉണ്ടാവും. ഓക്കെ. പിന്നെ അടുത്തത് എങ്ങനെയാണ് നമുക്ക് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെയാണ്. സോ ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ലേണിംഗ് ആണ്. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഈ തിയറീസ് ആണ്, ഈ 3-4 തിയറീസ് ആണ്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നോക്കാം. യൂണിറ്റ് 6 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ. അതന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, എക്സ്പ്ലെയിൻ ലേണിംഗ് തിയറീസ്. ഓക്കെ. ഏതൊക്കെയാണ് ലേണിംഗ് തിയറീസ്, അതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതൊക്കെയാണ് തിയറീസ്, ആരാണ് അത് കൊണ്ടുവന്നത്, എങ്ങനെയാണ് തിയറി ഫോം ചെയ്യാനുണ്ടായ എക്സ്പെരിമെന്റ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്ക്രൈബ് സ്ട്രാറ്റജീസ് ഓഫ് ലേണിംഗ് എസ്പെഷ്യലി ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. അതൊരു കുറച്ചുകൂടെ കണക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ലേണിംഗ് എങ്ങനെ നമുക്ക് സാധ്യമാവും, അതിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും പല ബിഹേവിയർ ലേൺ ആവുന്നതൊക്കെ അങ്ങനെയാണ് അല്ലേ.
ഇപ്പോ വീട്ടിൽ കുറ്റം പറയാറില്ല മക്കളെ. അഗ്രസീവ് ബിഹേവിയർ പുറത്ത് കാണിക്കുമ്പോ സിനിമ കണ്ടിട്ടാണ്, ഗെയിം കളിച്ചിട്ടാണെന്നൊക്കെ അല്ലേ? അപ്പൊ അതൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആ മൊത്തത്തിലുള്ള ഒരു അർത്ഥം. ഓക്കെ, സോ ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ലേണിംഗിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ചിലപ്പം ഇംപ്രൂവ് ചെയ്യാനായിരിക്കും, ചിലപ്പം ഡിക്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ബിഹേവിയറിന് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിൽ ടൈപ്സ് ഓഫ് ലേണിംഗ് പറയുന്നത് മോട്ടോർ ലേണിംഗ്, വെർബൽ ലേണിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. സോ മോട്ടോർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ സ്കില്ലുകൾ അല്ലെ, ഇപ്പൊ നടക്കാന്, ഇരിക്കാന്, നിൽക്കാന്, ചാടാന്, മറിയാന്, ആ സംഭവങ്ങൾ. പിന്നെ ഡ്രൈവിംഗ്, സ്കേറ്റിംഗ്, ക്ലൈംബിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോട്ടോർ ലേണിംഗ്. വെർബൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ സൗണ്ട് ഉണ്ടാക്കാന്, സംസാരിക്കാന്, കഥ പറയാന്, അങ്ങനത്തെ കാര്യങ്ങൾ. കൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിന്റെ കൺസെപ്റ്റ് പഠിക്കാൻ അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അല്ലെ. ഇപ്പൊ കുട്ടികളുടെ ഫോണിന്റെ ഫീച്ചേഴ്സ് വെച്ച് കഴിഞ്ഞാൽ പുഷ്പം പോലെ പറയും, ബൈക്കിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ അതൊക്കെ എന്താണ് കൺസെപ്റ്റ് ലേണിംഗ് ആണ്. അടുത്ത എന്താണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു സാധനത്തെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ ഇപ്പൊ നമ്മൾ ചില റിയാലിറ്റി ഷോയിലൊക്കെ കാണലില്ലേ, കൊടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മനസ്സിലാകും, കുട്ടികൾക്ക് രാജ്യം മനസ്സിലാകും. അതുപോലെ വെഹിക്കിളിന്റെ ചിത്രം അല്ലെങ്കിൽ വെഹിക്കിളിന്റെ വോയിസ്, വെഹിക്കിളിന്റെ ഹോൺ സൗണ്ട് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഇനി ഞാൻ പറഞ്ഞ ഭാഗമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട തിയറീസ് ഓഫ് ലേണിംഗ്. അതിൽ പറയുന്നത് 4 തിയറീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനിങ്, രണ്ടാമത്തത് അപ്പാരന്റ് കണ്ടീഷനിങ്, പിന്നെ മൂന്നാമത്തത് സോഷ്യൽ ലേണിംഗ് തിയറി, പിന്നെ അതായത് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയും. പിന്നെ 4ാമത് വരുന്നത് കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്നുള്ള ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയും. കൊഗ്നിറ്റീവ് ലേണിംഗ്. ഓക്കെ, സോ ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് ക്ലാരിഫൈ ചെയ്യാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഇവാൻ പാവ്ലോവ് കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, പേരും ആരാണ് കൊണ്ടുവന്നുള്ളതും കൊണ്ടുവരാനുണ്ടായ അവർ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ അറിയാലോ, ഒരു നായ്ക്ക് ഫുഡ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന, ഡോഗിന് ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന സംഭവമാണ് ബിഹേവിയർ അല്ലെ. ആദ്യം എന്ത് ചെയ്യും, ആ പട്ടിക്ക് ഫുഡ് എപ്പോഴും കിട്ടും, പക്ഷെ പിന്നെ ഫുഡ് എപ്പോ കിട്ടുള്ളൂ, ഒരു വിസിലടിക്കുമ്പോഴാണ് ഫുഡ് കിട്ടുക. പിന്നെ അതിനുശേഷം അത് കണ്ടീഷൻ ആകും. ആ നായില് വിസിലടിച്ചാൽ ഫുഡ് കിട്ടുന്നൊരു ബിഹേവിയർ നായില് വരും. കുട്ടി എന്നാണ് തൊണ്ടയിൽ വരും. അതില് 4 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ്. ഒന്ന് അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, കണ്ടീഷന്റെ സ്റ്റിമുലസ്, അൺകണ്ടീഷന്റെ റെസ്പോൺസ്, കണ്ടീഷന്റെ റെസ്പോൺസ്. ഓക്കെ, സോ പിന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ് വന്നിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പൾസ്, എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, അതുപോലെ ജനറലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ. പിന്നെ അതിനുള്ളിൽ തന്നെ വരുന്ന മറ്റൊരു കാര്യമാണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ആൽബർട്ട് എന്ന് പറയുന്ന ഒരു കുട്ടിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള നടത്തിയിട്ടുള്ള ഒരു എന്താ പറയാ എക്സ്പെരിമെന്റ് ജോൺ വാട്സൺ നടത്തിയതാണത്. പിന്നെ അതിൽ പറയുന്നത് പോലെ സ്റ്റിമുലസും അതിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഈ തിയറി ഫോം ചെയ്യുന്നതിൽ ഉണ്ടായിട്ടുള്ള എക്സ്പെരിമെന്റൽ സ്റ്റഡിയാണ് കേട്ടോ. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. സെലിഗ്മാന്റേതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന തിയറി. ഓക്കെ, പിന്നെ അടുത്തത് ഒപ്പാരന്റ് കണ്ടീഷനിങ്. ഒപ്പാരന്റ് കണ്ടീഷനിങ് കൊണ്ടുവന്നത് ആരാണ്? B.F. സ്കിന്നർ ആണ്. റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെന്റ്, അതാണ് ഈ ഒരു തിയറിയുടെ ബേസിക്സ് എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് റൈറ്റ്സിലാണ് അവർ സ്റ്റഡി നടന്നിട്ടുള്ളത്. പിന്നെ ലോ ഓഫ് ഇഫക്റ്റ് ആണ് നോക്കുന്നത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, പോസിറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്, നെഗറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്. അതിനൊക്കെ ഓരോ എക്സാമ്പിൾസ് ഓൾറെഡി പഠിച്ചു വെക്കുക. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്തിനാ? ഒരു ബിഹേവിയറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റീഇൻഫോഴ്സ്മെന്റ്. പണിഷ്മെന്റ് എന്തിനാ? ഒരു ബിഹേവിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പണിഷ്മെന്റ്. അപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ബിഹേവിയർ ഉണ്ടാക്കുക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ബിഹേവിയർ ഉണ്ടാക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഫോൺ യൂസേജ് അല്ലെങ്കിൽ ഫുഡ് ടൈമിന് കഴിക്കുക എന്ന് പറയുന്ന ഒരു ബിഹേവിയർ ചെറിയ കുട്ടികളിൽ ഉണ്ടാക്കാന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ആ ഒരു ബിഹേവിയർ ഉണ്ടാക്കുന്നത് 2 രീതിയിൽ ഉണ്ടാക്കാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിൽ ഉണ്ടാക്കാം അല്ലെ. കൃത്യസമയത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാം, ഫോൺ കൂടുതൽ സമയത്ത് കളിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കൊടുക്കുക. അപ്പൊ അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് കഴിക്കുക എന്നുള്ള ബിഹേവിയർ ഉണ്ടാക്കാൻ ഫോൺ എടുത്തു വെക്കുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുക്കാതിരിക്കും അല്ലെ. പിന്നെ അതുപോലെ തന്നെയാണ് പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്. ഒരു ബിഹേവിയർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പണിഷ്മെന്റ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം അത് മനസ്സിലായി വിചാരിക്കും. പിന്നെ അപ്പൊ അതില് റീഇൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഷേപ്പിംഗ്, ചെയിനിങ് എന്ന് പറയുന്ന 2 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. പിന്നെ പ്രീമാക് പ്രിൻസിപ്പിൾ, പിന്നെ ഡേവിഡ് പ്രീമാക് കൊടുത്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് അത്. പിന്നെ അടുത്തൊരു തിയറി ഒബ്സർവേഷണൽ ലേണിംഗ് ആണ് അല്ലെ. നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾ ഒബ്സർവ് ചെയ്യും. നമ്മളിപ്പോ ചിലർ പറയാറുണ്ടല്ലോ, കുട്ടിക്ക് ഭയങ്കര അഗ്രസീവ് ബിഹേവിയർ അല്ലെങ്കിൽ കുട്ടി ഭയങ്കര തെരുവിളിയാന്ന് പറയും ചില കൗൺസിലേഴ്സിന്റെ അടുത്ത്, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട്. കാരണം എന്താ? അപ്പൊ അതിന്റെ ഒരു കാരണം ചിലപ്പോൾ പാരന്റ്സ് തമ്മിൽ തെരുവിളിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെ. അതുകൊണ്ടാണ് നമ്മുടെ പാരന്റിങ് സ്റ്റൈല്, അതുപോലെ നമ്മളെ വീടാണ് ആദ്യ സ്കൂൾ എന്നൊക്കെ പറയുന്ന പണ്ട് ഫിലോസഫിയിലൊക്കെ പറയുന്ന പോലെ സംഭവം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും, കുട്ടികൾ അല്ലെങ്കിൽ ആരാണെങ്കിലും ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കും. ഇപ്പൊ കുട്ടികൾ വേണ്ട, പുതിയ അത്യാവശ്യം അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ തന്നെ സോഷ്യൽ മീഡിയ ട്രെൻഡ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റോളുകളൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പുതിയ ബിഹേവിയറുകൾ കാര്യങ്ങൾ പഠിക്കും. അതാണ് ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെട്ടുള്ള കുറച്ച് പ്രോസസ്സ് ഉണ്ട്: അറ്റൻഷൻ, റിട്ടൻഷൻ, പ്രൊഡക്ഷൻ, മോട്ടിവേഷൻ. പിന്നെ അടുത്തതാണ് കൊഗ്നിറ്റീവ് ലേണിംഗ്. കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പുറത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തലച്ചോറ് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് രീതിയിലൂടെ പഠിക്കുന്നതാണ് കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന് ലാറ്റന്റ് ലേണിംഗും പിന്നെ ഇൻസൈറ്റ് ലേണിംഗും ആണ് ഉള്ളത്. ലാറ്റന്റ് ലേണിംഗ് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ടോൾമാൻ ആണ്. ടോൾമാൻ ഹോൺസിക് ആണ് ലാറ്റന്റ് ലേണിംഗ് പ്രപ്പോസ് ചെയ്തത്. പിന്നെ ഇൻസൈറ്റ് ലേണിംഗ് കോഹ്ലർ ആണ്. ഗസ്റ്റാൾട്ട് ടൈപ്പ് സൈക്കോളജിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള കോഹ്ലർ ആണ്. പിന്നെ സ്ട്രാറ്റജീസ് പറയുന്നത് അത്ര ലൈക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. മെന്റൽ ഇമേജ് ഇല്ലേ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളെ വീട്ടിൽ എത്ര ജനലുണ്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ വീടിന്റെ മൊത്തം 3D പ്രിന്റ് നിങ്ങളെ തലച്ചോറിലോട്ട് വരും അല്ലെ. അതാണ് മെന്റൽ ഇമേജറി. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പിന്നെ 100ൽ എത്ര വോവൽസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. അതെന്തുകൊണ്ടാ? നമുക്ക് ആ ഒരു 100 എന്നുള്ള വേർഡ് ഒരു മെന്റൽ ഇമേജറി ആയിട്ട് നമ്മളെ തലച്ചോറിൽ വരും. ഈ 2 ക്വസ്റ്റ്യനിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതായിരിക്കും? നിങ്ങളെ വീടിന്റെ ജനൽ എത്രയാണെന്നുള്ള അല്ലെ. കാരണം എന്താ? കുറച്ചുകൂടി ഇമേജ് ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. അടുത്തത് റിഹേഴ്സൽ ആണ്. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ച കാര്യം തന്നെ റിഹേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിന് മെയിൻ്റനൻസ് റിഹേഴ്സൽ ഉണ്ട്, ഇലാബറേറ്റീവ് റിഹേഴ്സൽ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന രീതി അല്ലെ. ഇപ്പോ ഒരുപാട് മെമ്മറി കോമ്പറ്റീഷനൊക്കെ ചിലപ്പം പോയിട്ടുണ്ടെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ചിലപ്പോൾ 50ഉം 20ഒക്കെ വേർഡ്സ് തരും അല്ലെ. അപ്പൊ ചിലവരെന്ത് ചെയ്യും, ഈ വേർഡിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് വേറൊരു വേർഡ് ഉണ്ടാക്കും, എന്നിട്ട് അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എഴുതും. ചിലവരെന്ത് ചെയ്യും, കണക്ട് ചെയ്ത് സ്റ്റോറി ഉണ്ടാക്കും അല്ലെ. അങ്ങനെ ഇതൊക്കെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എനിക്ക് എക്സാമ്പിൾ കൃത്യമായിട്ട് നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ലേണിംഗ് ഇൻ എ ഡിജിറ്റൽ വേൾഡ് എന്നുള്ളത്. ഓക്കെ, സോ അതെന്ത് ചെയ്യാം, മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഇപ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വന്നതുകൊണ്ട്, കോവിഡിന് ശേഷം ഓൺലൈൻ ക്ലാസ്സസ് വന്നതുകൊണ്ട്, എന്താ പറയാ, ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ആപ്പ്, എഡ്യൂക്കേഷണൽ സൈറ്റ്, യൂട്യൂബ് വീഡിയോസ്, അങ്ങനത്തെ യൂട്യൂബ് ക്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ലേണിംഗ് ഇൻ എ ഡിജിറ്റൽ വേൾഡ് എന്നൊരു സംഭവം ഉണ്ട്. ഓക്കെ, സോ അത്രയ്ക്കാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. അടുത്ത ചാപ്റ്റർ അടുത്തൊരു പാർട്ട് അല്ലെങ്കിൽ അടുത്തൊരു ഭാഗമാണ് മെമ്മറി എന്ന് പറയും. ഓക്കെ, സോ യൂണിറ്റ് 7 വിൽ ബി ഡിസ്കസിങ് മെമ്മറി. ഓക്കെ, ഇനി 3 കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്: മെമ്മറി, മോട്ടിവേഷൻ, ഇമോഷൻ. ഓക്കെ, സോ മെമ്മറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു നോക്കാം. ടൈപ്സ് ഓഫ് മെമ്മറി പറയുന്നുണ്ട്, മോഡൽസ് ഓഫ് മെമ്മറി പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഫോർഗെറ്റ് ചെയ്യുന്നത് അല്ലെ, എങ്ങനെയാണ് നമ്മൾ പഠിച്ച കാര്യം മറന്നു പോകുന്നുള്ളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ തിയറി പറയുന്നുണ്ട്. പിന്നെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് പറയുന്നുണ്ട്. മെമ്മറി എങ്ങനെയാണ് എവരുടെ ലൈഫിൽ അപ്ലിക്കേഷൻ ചെയ്യാം. ഇതിൽ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, ഒന്ന് മെമ്മറി എന്താണെന്നുള്ളതും അതിന്റെ ടൈപ്സും മോഡൽസും, പിന്നെ തിയറീസ് ഓഫ് ഫോർഗെറ്റിംഗ് ജസ്റ്റ് നോക്കുക, പിന്നെ എൻഹാൻസിങ് മെമ്മറി നോക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് മോഡൽസ് ഓഫ് ടൈപ്സ് ഓഫ് മെമ്മറി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞ വർഷം 2 ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് കുറവാണ് അല്ലെ. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസസ് കുറവാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എക്സ്പ്ലെയിൻ ഫോർഗെറ്റിംഗ് ആൻഡ് മെമ്മറി എൻഹാൻസ്മെന്റ് സ്ട്രാറ്റജീസ് അല്ലെ. എങ്ങനെയാണ് നമ്മൾ പഠിച്ചൊരു സാധനം മറന്നു പോകുന്നുള്ളതും അതിനെ മറക്കാതിരിക്കാൻ എന്തൊക്കെ മെമ്മറി എൻഹാൻസ്മെന്റ് ചെയ്യാന്നുള്ളതുമാണ്. ഓക്കെ, സോ ഓവറോൾ ഈ ഒരു 2 വർഷത്തിനുള്ളിൽ 2023-ലും 2024-ലും ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഏകദേശം ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തും ചിലപ്പോൾ ചോദ്യം വരാം. സോ ഇനി ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിൽ വരുന്ന സമയത്ത് എന്താ മെമ്മറി എന്താ? മെമ്മറി എന്ന് പറയുമ്പോൾ ഒരേ സമയം 3 സ്റ്റേജുകളിലൂടെ പെർഫോം ചെയ്ത് പോകുന്ന ഒരു കോഗ്നിറ്റീവ് ടാസ്ക് ആണ് മെമ്മറി. സിമ്പിൾ ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ.
ഒരു ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യുന്നു, അതിനെ സ്റ്റോർ ചെയ്യുന്നു, ആവശ്യമുള്ള സമയത്ത് പുറത്തെടുക്കുന്നു. ഈ 3 പ്രോസസ്സും നടക്കുന്ന ഒരു കൊഗ്നിറ്റീവ് ടാസ്ക് ആണ്, അല്ലെങ്കിൽ ഇത് 3ഉം പെർഫോം ചെയ്യുന്ന ഒരു കൊഗ്നിറ്റീവ് ടാസ്കിനെയാണ് മെമ്മറി എന്ന് വിളിക്കുന്നത്. സോ ആ ഡെഫിനിഷൻ തന്നെയുള്ള 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. ഇനി ടൈപ്സ് ഓഫ് മെമ്മറി പറയുന്നുണ്ട്. ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് 3 മെമ്മറീസ് ആണ് ബേസിക്കലി നമുക്കുള്ളത്. ഒന്ന് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. രണ്ടാമത്തത് നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയും. മൂന്നാമത്തത് സെൻസറി മെമ്മറി എന്ന് പറയും. ഓക്കെ, സോ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് ഓർത്തെടുക്കേണ്ട ചില സാധനങ്ങൾ അല്ലെ. ഇപ്പൊ എക്സാമിന് പോകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ നമ്മൾ ചിലപ്പോൾ കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഓർത്തെടുക്കേണ്ടി വരും അല്ലെ. ഇപ്പോ a+b² എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്റൻഷനലി അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇട്ടിട്ട് വേണം അത് ഓർമ്മ തിരിച്ചെടുക്കാൻ. അത്തരം സംഭവങ്ങളെയാണ് അല്ലെങ്കിൽ അതുമായി അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് ആണ് ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു എഫേർട്ട് ഇടാതെ തന്നെ ഓട്ടോമാറ്റിക്കലി വരുന്ന കാര്യങ്ങൾ. ഇപ്പം നീന്താൻ പഠിച്ച ഒരാള് അല്ലെ, വെള്ളത്തിൽ വീണ് കഴിഞ്ഞാല് മുങ്ങി മരിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചാടി, പക്ഷെ മുങ്ങി മരിക്കോ? ഇല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മെമ്മറി വർക്ക് ചെയ്യും, അയാൾ നീന്തി കയറും. ഓക്കെ, സോ അതാണ് ഇംപ്ലിസിറ്റ് മെമ്മറി. നമ്മളെ പ്രത്യേകിച്ച് അവയർനെസ്സോ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ടോ ഇല്ലാതെ തന്നെ നമുക്ക് ഓർമ്മ നമ്മൾ ഇൻഫർമേഷൻ റിട്ടേൺ ചെയ്യാം. ഇപ്പൊ സെൻസറി മെമ്മറി എന്ന് പറയുമ്പോൾ പിന്നെ അത് എന്താ പറയാ, അത്ര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സെൻസ് ചെയ്യുന്ന അപ്പത്തെ ഒരു 5 to 10 seconds അല്ലെങ്കിൽ അത്ര ചെറിയൊരു ബ്രീഫ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു മെമ്മറി, അതാണ് സെൻസറി മെമ്മറി. പിന്നെ ഇനി ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് വർക്കിംഗ് മെമ്മറി ഉണ്ട്, സെമാൻറ്റിക് മെമ്മറി ഉണ്ട്, എപ്പിസോഡിക് മെമ്മറി ഉണ്ട് അല്ലെ. സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ലോജിക്ക്, നമ്മുടെ ഫാക്ട്, കൺസെപ്റ്റ്, ഇപ്പൊ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആരാ, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള ബിൽഡിംഗ് ഏതാ, ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് ചില ഫാക്ടുകളാണ് അല്ലെ, ചില ലോജിക്കാണ്. പിന്നെ ഇപ്പം ഈ എന്താ പറയാ, തല മോൾക്കും അടിക്കും ആട്ടുമ്പോ എസ് ആണ് എന്നുള്ള അർത്ഥം വരുന്നത് എന്താണ്? സെമാൻറ്റിക് മെമ്മറി എന്ന് വരുന്ന ഇതാണ്. പിന്നെ അടുത്ത എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഇവന്റുകളെ ഒരു എപ്പിസോഡ്സ് ആയിട്ട് മൈൻഡിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, അന്ന് എന്റെ ബർത്ത്ഡേക്ക് ഓന് ചെയ്തത് തീരെ ശരിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ ഞാൻ ഇന്റൻഷനലി ആലോചിക്കണം, അന്ന് ബർത്ത്ഡേ എന്നായിരുന്നു, എന്തൊക്കെയാണ് അന്ന് നടന്നത്, ഇവനുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇടണം. സോ അതാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. ഇനി നോൺ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിങ് മെമ്മറി വരുന്നുണ്ട്, കണ്ടീഷനിങ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ മോട്ടോർ അല്ലെങ്കിൽ പ്രൊസീജിയറൽ മെമ്മറിയാണ് നമ്മൾ കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ നീന്താൻ പഠിക്കുന്ന സംഭവം അല്ലെ. ഓക്കെ, പിന്നെ അടുത്ത സെൻസറി മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രീഫ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന അപ്പം കാണുന്ന സംഭവം അല്ലെ, അതാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഇതൊക്കെ ടൈപ്സ് ആണ് കേട്ടോ. ഇനി മോഡൽസ് പറയുന്നുണ്ട്. മോഡൽസ് ഓഫ് മെമ്മറി എന്തൊക്കെയാണ്? ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി പറയുന്നുണ്ട്, ലെവൽസ് ഓഫ് പ്രോസസിംഗ് മോഡൽ പറയുന്നുണ്ട്, ഇന്റഗ്രേറ്റീവ് മോഡൽ പറയുന്നുണ്ട്. 3 മോഡൽസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതല്ലാതെ കുറച്ചും കൂടി മോഡൽസ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനില്ല. സോ ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. അപ്പൊ ഇതില് ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി എന്ന് പറയുന്നത് ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ ആണ്. ഈ പേരൊക്കെ ഓർത്തു വെക്കണം കേട്ടോ. ഈ പേരുകളൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരുകളാണ്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ ആറ്റ്കിൻസൺ, കാരണം എന്താ അറിയോ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി എന്ന് ചോദിക്കൂല. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു നെറ്റ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ PG ഒക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങൾ ചിലപ്പം ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡൽ ഓഫ് മെമ്മറി ആയിരിക്കും കാണുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചില്ലല്ലോ. പക്ഷെ സംഭവം എന്താ? ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറിയാണ്. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യാം, ഇത് കൺസെപ്റ്റ് കൊണ്ടുവന്ന ആളെ പേര് പഠിച്ചു വെക്കുന്നില്ല. വർഷം പഠിച്ചില്ലെങ്കിലും പേരെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കണം. പിന്നെ അപ്പം ഇപ്പൊ കണ്ടില്ലേ, ട്രഡീഷണൽ മോഡൽ ഓഫ് മെമ്മറി എന്നതിന് പേരുണ്ട്, സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി എന്നതിന് പേരുണ്ട്, മൊഡാൽ മോഡൽ എന്ന് പറയുന്ന പേരുണ്ട്, ആറ്റ്കിൻസൺ ഷിഫ്രിൻ മോഡൽ എന്ന് പറയുന്ന പേരുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ പേരുകൾ ഒറ്റ മെമ്മറിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. ഇയാൾ പറയുന്നത് എന്താണ്? സെൻസറി മെമ്മറി, ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി. ഇതാണ് മനുഷ്യനുള്ളത്. ഒരു ഇൻഫർമേഷൻ സെൻസറി മെമ്മറിയിലേക്ക് കയറുന്നു, അതിന് എന്താണ് ഡ്യൂറേഷൻ? എന്താ? ബിലോ 1 second ആണ്. അതിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നു അല്ലെ. അറ്റൻഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് കയറുന്നു. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത് ബിലോ 30 seconds ആണ്. ഈ ഷോർട്ട് ടൈം മെമ്മറിയിൽ നമ്മൾ ഇലാബറേറ്റീവ് റിഹേഴ്സൽ അല്ലെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ സാധനത്തിന്റെ റിഹേഴ്സൽ ചെയ്ത് വരുന്ന സമയത്ത് അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് കയറുന്നു എന്നാണ് ഈ മോഡൽ പറയുന്നത്. പിന്നെ ലെവൽസ് ഓഫ് പ്രോസസിംഗ് മോഡൽ എന്ന് പറയുന്നത് ടർവിങ്ങിന്റെ മോഡലാണ്. ലെവൽസ് ഓഫ് പ്രോസസിംഗ് LOP മോഡൽ എന്ന് പറയും. അതായത് ഇത് പ്രോസസ് ചെയ്യാൻ അല്ലെ, ലെവൽസ് ഓഫ് പ്രോസസിംഗ് എന്നാണ് ആ പേര് തന്നെ ഉണ്ട്.
ഓരോ ലെവൽ ഇങ്ങനെ പ്രോസസ് ചെയ്താണ് നമ്മുടെ മെമ്മറിയിൽ ഇത് നിൽക്കുന്നത്, ഇൻഫർമേഷൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, പിന്നെ ലെവൽസ് ഓഫ് പ്രോസസിംഗ് മോഡലിൽ പറയുന്നത്. അതിന്റെ ഇമേജും കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്റഗ്രേറ്റീവ് മോഡൽ എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറി അല്ലെ, വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റീവ് മോഡൽ ഓഫ് മെമ്മറി ആണ് വർക്കിംഗ് മെമ്മറി. അതായത് ഈ ഷോർട്ട് ടേം മെമ്മറിനേക്കാൾ വർക്കിംഗ് മെമ്മറി ആണ് കുറച്ചുകൂടി ബാഡ്ലി ആണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉണ്ടാകുന്ന കുറച്ചു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ക്രോണോളജിക്കൽ ലൂപ്പ്, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, എപ്പിസോഡിക് ബഫർ. ഇത്രയും പാർട്ടുകളാണ് നമ്മുടെ ബ്രെയിന് അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി പ്രോസസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഫോണോളജിക്കൽ ലൂപ്പ്, പിന്നെ എപ്പിസോഡിക് ബഫർ, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്. പിന്നെ ഫോണോളജിക്കൽ ലൂപ്പുകളിൽ വെർബൽ ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ എപ്പിസോഡിക് ബഫറിൽ കുറച്ചുകൂടി ലോങ് ടൈം മെമ്മറി കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിൽ വിഷ്വൽ ഇൻഫർമേഷൻ ആണ്. ഈ 3 കാര്യങ്ങൾ എവിടെയാണ്? സെൻട്രൽ എക്സിക്യൂട്ടീവിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് തമ്മിൽ എന്തും തമ്മിൽ എന്താണ് കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ മറന്നു പോകുന്നത് അല്ലെ, പഠിച്ചൊരു കാര്യം എങ്ങനെയാണ് മറന്നു പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിരിക്കേണ്ട ഒരാളാണ് എബിങ്ങോസ്. ഹെർമൻ എബിങ്ങോസിന്റെ ഫോർഗറ്റിംഗ് കർവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ. നമ്മൾ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പതിയെ അതിന് റിഹേഴ്സൽ കൊടുത്തില്ല അല്ലെങ്കിൽ അതിന് അറ്റൻഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പതിയെ അതിങ്ങനെ കുറഞ്ഞ് അതിന്റെ ഡ്യൂറേഷൻ ഓഫ് അല്ലെങ്കിൽ ടൈം ഓഫ് സ്റ്റോറേജ് ഇങ്ങനെ കുറഞ്ഞ് നമ്മൾ തനിയെ മറന്നുപോകും. ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും, ചിലപ്പം ഇന്റർഫിയർ ആയി പോകുന്നതായിരിക്കും. അതിലെ ഒന്നാമത്തെ എന്താണ്? തിയറി ഓഫ് ഇന്റർഫറൻസ് ആണ് അല്ലെ. പ്രൊആക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ട്, റെട്രോആക്റ്റീവ് ഇന്റർഫറൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ 2 തിയറി വേറെ പറയുന്നുണ്ട്. ട്രേസ് ഡിക്കേ തിയറി ഉണ്ട്, ക്യൂ ഡിപെൻഡന്റ് ഫോർഗറ്റിംഗ് തിയറി ഉണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ മെമ്മറി എൻഹാൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ് പറയുന്ന ഒന്നെന്താണ്? ന്യൂമോണിക്സ് അല്ലെ. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഇമേജ് പ്ലേസ് ചെയ്തിട്ടുള്ള അല്ലെ, മനസ്സിന് ചിത്രം അങ്ങനെ മനസ്സിന് നമ്മൾ കാണും. ഇപ്പം സൈക്കോളജി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഹിസ്റ്റോറിക്കൽ ആന്റിസിഡൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ മനസ്സിൽ ചിത്രം അങ്ങനെ കൊണ്ടുവരും അല്ലെ. 1879 ഒരു മനുഷ്യനെ ഇങ്ങനെ നടന്നു വരുന്നു, എന്നിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. ആ ബിൽഡിംഗ് എന്താണ്? മറ്റേ സാധനമാണ് എന്ത്? അത് ഫസ്റ്റ് ലബോറട്ടറി ഓഫ് സൈക്കോളജി അത് വരുന്നു. പിന്നെ അവിടെ കുറെ ആൾക്കാർ പഠിക്കുന്നു, കുറെ എക്സ്പെരിമെന്റ് എടുത്ത് അങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരും. അതാണ് ന്യൂമോണിക്സ് യൂസിങ് ഇമേജസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ കീവേഡ് മെത്തേഡ് ഉണ്ട് അല്ലെ. ഇനി ന്യൂമോണിക്സ് യൂസിങ് ഓർഗനൈസേഷനിൽ ചങ്കിങ് ഉണ്ട്. ചങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോൺ നമ്പർ ഒക്കെ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ. ഇപ്പൊ ചിലവര് രണ്ട് ഡിജിറ്റ് ആയിരിക്കും പറയാം. ചിലവരെ ഫോൺ നമ്പറിന്റെ പാറ്റേൺ അങ്ങനെ ആയിരിക്കും 3 ഡിജിറ്റ് വെച്ച് പറഞ്ഞാൽ കറക്റ്റ്. ഇപ്പൊ ഇന്റത് 7593050828. മനസ്സിലായോ? ആ ഒരു പാറ്റേൺ അങ്ങനെയാണ്, 050828 അങ്ങനെ ഒരു പാറ്റേൺ ആണ്. സോ അപ്പൊ അത് ആരും എന്ത് ചെയ്യുക, യൂസ് ചെയ്യാതിരിക്കുക. ആരും വിളിക്കരുത്, ചെയ്യരുത്. ഞാൻ ഗ്രൂപ്പിൽ വെച്ച് അപ്പം വെറുതെ പറഞ്ഞാൽ മെസ്സേജ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത ഫസ്റ്റ് ലെറ്റർ ടെക്നിക്ക് അല്ലെ. പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വന്ന സമയമാണ് വിബ്ജിയോ അല്ലെ. വിബ്ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റെയിൻബോയിലുള്ള 7 കളേഴ്സ് ഓഫ് റെയിൻബോ ആണ് വിബ്ജിയോ അല്ലെ. അതെന്തൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അത് പഠിക്കാൻ വേണ്ടി നമ്മൾ പണ്ട് പഠിപ്പിച്ച സാധനമാണ് വിബ്ജിയോ. അതാണ് ഫസ്റ്റ് ലെറ്റർ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. ഈ ടെക്നിക്സ് എന്ത് ചെയ്യാം? യൂസ് ചെയ്തിട്ട് മെമ്മറി പവർ കൂട്ടുക. ഇനി മെമ്മറി എങ്ങനെയാണ് നമ്മുടെ എവരിഡേ ലൈഫിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒന്നാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി, പിന്നെ ഫോൾസ് മെമ്മറി, ഫ്ലാഷ് ബൾബ് മെമ്മറി എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഓക്കെ, മെമ്മറിനെ കുറിച്ചിട്ട് ജനറൽ ആയിട്ട് വളരെ സർഫേസ് ലെവലിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇതൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ടൈപ്സ് ഏതൊക്കെയാണ്, പിന്നെ മോഡൽസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നത് കാര്യങ്ങളൊക്കെ. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, യൂണിറ്റ് 8 മോട്ടിവേഷൻ അല്ലെ. എന്റെ ഡിഫറെന്റ് കാര്യമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതില് എന്താണ് മോട്ടിവേഷൻ, മോട്ടിവേഷൻ ടൈപ്സ് എന്തൊക്കെയാണ്, മോട്ടിവേഷൻ തിയറീസ് ഏത് ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തിയറീസ് ഓഫ് മോട്ടിവേഷൻ പഠിക്കുക, മസ്റ്റായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ വളരെ വളരെ ബേസിക് ആയിട്ട് ഫണ്ടമെന്റലി ഒരു സൈക്കോളജിസ്റ്റിന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജനറൽ സാധനങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പെർസെപ്ഷൻ ആണെങ്കിലും, തിങ്കിങ് ആണെങ്കിലും, ലാംഗ്വേജ് ആണെങ്കിലും, മെമ്മറി ആണെങ്കിലും, മോട്ടിവേഷൻ ആണെങ്കിലും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? ബേസ്മെന്റ് ആണ് അല്ലെ. ബെൽറ്റ് എന്ന് പറയും നമ്മള്, തറക്ക് ആ സാധനം. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. മോട്ടിവേഷന്റെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ. ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും 3 ആണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അടുത്തത് എന്താണ്? ഡിസ്ക്രൈബ് ഫങ്ഷൻസ് ആൻഡ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, സോ ചാപ്റ്ററിലും അത്രയൊക്കെ തന്നെ ഉണ്ടോ. ടൈപ്സും കൺസെപ്റ്റും പറയുന്നുണ്ട്, പിന്നെ തിയറീസും പറയുന്നുണ്ട്.
സോ ഞാനിങ്ങനെ കൺസെപ്റ്റിലും ടൈപ്സിലും വല്ലാണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ആക്ടിവിറ്റി ചെയ്യാനോ ഒക്കെ നമുക്ക് ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫെൽഡ്മാന്, റോസൻബർഗ്, അങ്ങനെ കുറെ ആൾക്കാർ അതിന്, മോർഗന്, കുറെ ആൾക്കാർ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒക്കെ നോക്കുക. പിന്നെ മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ: നീഡ്, ഡ്രൈവ്, ഇൻസെന്റീവ്സ്. ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അടുത്തത് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. പ്രൈമറി ആൻഡ് സെക്കൻഡറി മോട്ടിവേഷൻ ഉണ്ടാകും. എക്സ്ട്രിൻസിക് ആൻഡ് ഇന്റർൻസിക് മോട്ടിവേഷൻ, അത് നമ്മൾ പറഞ്ഞത് പുറത്തുനിന്നുള്ള കുറച്ച് ഫാക്ടേഴ്സ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും അല്ലെ. ചില മോട്ടിവേഷൻ സ്പീക്ക്, പിന്നെന്താ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നൊരു ത്വര, ഇതൊക്കെയാണ് എക്സ്ട്രിൻസിക് ഇന്റർൻസിക് മോട്ടിവേഷൻസ് ഒക്കെ. ഞാൻ അതൊന്നും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. മറിച്ച് തിയറീസ് ഓഫ് മോട്ടിവേഷൻ കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനത്തിന് 2 ടൈപ്പ് ഓഫ് തിയറീസ് ആണ് ഉള്ളത്. ഒന്ന് പ്രോസസ് തിയറീസും, മറ്റേത് ഡ്രൈവ്, എന്താ പറയാ, മോട്ടിവേഷൻ എനിക്ക് ഓർമ്മയില്ല, ടെക്സ്റ്റിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ ഡ്രൈവ് തിയറീസും പിന്നെ പ്രോസസ് തിയറീസും ആണെന്ന് എനിക്ക് ഒരു ഓർമ്മ. ഓക്കെ, സോ അതിൽ പറയുന്നത് എന്താണ്? ഡ്രൈവ് റിഡക്ഷൻ മോഡലാണ്. ഡ്രൈവ് റിഡക്ഷൻ മോഡൽ എന്ന് പറയുന്നത് മോർഗൻ കൊണ്ടുവന്ന തിയറിയാണ്. അതായത് എന്തെങ്കിലും ഒരു ഡ്രൈവിന്റെ പുറത്തായിരിക്കും, എന്തെങ്കിലും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെ, നമ്മളെ നയിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. പിന്നെ ചിലപ്പോൾ ബയോളജിക്കൽ നീഡ് ആയിരിക്കും അല്ലെ. ഈ ഡ്രൈവ് എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു നീഡ് എന്നാണ് അല്ലെ. നമുക്കിപ്പോ വിശക്കുന്നുണ്ട്, വിശക്കുമ്പോൾ അതൊരു നീഡാണ്, ഫുഡ് വേണം എന്നുള്ള നീഡാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന ഡ്രൈവ് എന്താ? നമ്മൾ കടയിൽ പോയി കഴിക്കുക എന്നുള്ളതാണ്. കഴിച്ചാലേ വിശപ്പ്, ആ നീഡ് ഫുൾഫിൽ ആകുള്ളൂ. അപ്പൊ അവിടെ ഡ്രൈവ് ഉണ്ടാകുന്നു, നമ്മൾ അതിൽ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആകുന്നു. നടന്നു പോയി കഴിക്കാൻ, അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോയിട്ട് ഹോട്ടലിൽ പോയി കഴിക്കാൻ, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ, ആ ഒരു സമാധാനം ഡ്രൈവ് റിഡക്ഷൻ മോഡൽ പറയുന്നത്. പിന്നെന്താ? ഒപ്റ്റിമൽ അറോസൽ മോഡൽ. ഒപ്റ്റിമൽ അറോസൽ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറോസൽ സംഭവിക്കും അല്ലെ. നമുക്ക് ഇന്ന് ഇന്നത് ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലെ, മറ്റേ പടത്തില് ജഗതി നീച്ചിക്കുന്ന പോലെ മോട്ടീവ് എങ്ങനെ അല്ലെ, തരിപ്പുകൾ കയറിയിട്ട് നീച്ചിക്കും, അല്ലെങ്കിൽ നാളെ ആവാം അല്ലെ, ആ സംഭവം ഉണ്ടല്ലോ. അതാണ് ഒപ്റ്റിമൽ അറോസൽ മോഡൽ എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധി ഉണ്ട്. ആ ഒരു പരിധി അല്ലെങ്കിൽ ആ ഒരു ലെവലില് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ. ഒരു സംഭവം എന്തിനെങ്കിലും പുറത്ത് നമ്മൾ ഫസ്റ്റും അതിന്റെ ലാസ്റ്റും എന്തായിരിക്കും, നമുക്ക് അറോസൽ കുറവായിരിക്കും, നമുക്ക് അത്ര മോട്ടിവേഷൻ ഉണ്ടാവില്ല. പക്ഷെ അതൊരു ഒപ്റ്റിമൽ ലെവലിൽ എത്തുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആ ഗ്രാഫ് പഠിച്ചു വെക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതിൽ 2 കാര്യങ്ങളാണ്: അറൗസല്, പെർഫോമൻസ്. അറൗസല് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനനുസരിച്ച് എത്രത്തോളം നമ്മുടെ പെർഫോമൻസ് സംഭവിക്കുന്നു എന്നുള്ള പറയുന്നത്. അറൗസല് ലോ ഉണ്ട്, ഹൈ ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ നോക്കുക. ഫസ്റ്റ് സ്റ്റേജ് അറൗസലിന്റെ ഭാഗമാണ്, അവിടെ പെർഫോമൻസ് വീക്കാണ്. ഒരു ഒപ്റ്റിമൽ ലെവലിൽ എത്തുമ്പോൾ അത് സ്ട്രോങ് ആവും. ഇനി അതിനേക്കാൾ കൂടിയെന്ന് വിചാരിച്ചോ, അത് പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പിന്നെ ഇൻസെന്റീവ് തിയറി പേരിൽ തന്നെ ഉള്ളതുപോലെ തന്നെ എന്തെങ്കിലും കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പുൾ തിയറിയാണ് അല്ലെ. നമ്മളങ്ങനെ തള്ളിവിടുന്ന ഒരു തിയറിയാണ് അല്ലെ. ഇന്ന് പണിയെടുത്താൽ 5 ദിവസം ലീവ് തരാന്ന് മാനേജർ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇന്ന് പണിയെടുക്കാൻ തോന്നും. അതെന്തുകൊണ്ടാ? 5 ദിവസം നമ്മളെ നമ്മളങ്ങനെ തള്ളിവിടും അല്ലെ. അതാണ് ഇൻസെന്റീവ് തിയറി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് കൊഗ്നിറ്റീവ് അപ്രോച്ചസ് ടു മോട്ടിവേഷൻ അല്ലെ. മോട്ടിവേഷനിലേക്ക് നയിക്കുന്ന കൊഗ്നിറ്റീവ് അപ്രോച്ചാണ്. നമ്മളെ തലച്ചോറാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോറി, തലച്ചോറല്ല, തലന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് പ്രോസസ്സ്. ഒന്ന് എന്താണ്, മാസ്ലോയുടെ ഹൈറാർക്കിയൽ മോഡൽ ഓഫ് തിയറി അല്ലെ. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് പറയുന്നത്. അതായത് മാസ്ലോ എന്താ പറയുന്നത്, ഓരോ മനുഷ്യനും സ്റ്റേജസ് ഓഫ് നീഡ്സ് ഉണ്ട്. ഒരു സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജിലെ നീഡ്സ് ഫുൾഫിൽ അയാള് അടുത്ത സ്റ്റേജിലെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റഡ് ആവുക. പിന്നെ 2ാമത്തെ സ്റ്റേജ് ഫുൾഫിൽ ആയാൽ 3ാമത്തെ സ്റ്റേജിലേക്ക് പോകും. ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് മാസ്ലോ പറയുന്നത്. ഫസ്റ്റ് ഇത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് അല്ലെ. നല്ല ഫുഡ്, നല്ല വസ്ത്രം, നല്ല വീട്, നല്ല എന്താ പറയാ, നല്ല അങ്ങനത്തെ കുറച്ച് നല്ല ബേസിക് സാധനങ്ങൾ, കുടിക്കാൻ നല്ല വെള്ളം, നല്ല ഭക്ഷണം, ഇങ്ങനത്തെ ഫിസിയോളജിക്കൽ നീഡ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫ്റ്റി നീഡ്സിലേക്ക് മോട്ടിവേറ്റഡ് ആകുമെന്ന് പറയാം അല്ലെ. ഇപ്പൊ നല്ല ഫുഡ്, നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു വീട് വേണം, നല്ലൊരു സെക്യൂരിറ്റി വേണം അല്ലെ, നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു വീട് കിട്ടണം എന്നൊക്കെയാണ് തോന്നും. പിന്നെ അടുത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, ആളുകളെ നമ്മളെ മനസ്സിലാക്കുക, നമുക്ക് നല്ലൊരു പാർട്ട്ണർ വേണം, നല്ല ഫ്രണ്ട്സ് വേണം എന്നൊരു സംഭവം. പിന്നെ സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ ഇങ്ങനെയാണ് മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മാസ്ലോവിന്റെ തന്നെ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറച്ചുകൂടി ചുരുക്കിയിട്ടുള്ളതാണ് ആൾഡർ ഫെറേഴ്സിന്റെ ERG തിയറി. ഇ എന്ന് പറയുമ്പോൾ എക്സിസ്റ്റൻസ്, ഈ ലോകത്ത് നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? ഇപ്പൊ വേണമെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സും സേഫ്റ്റി നീഡ്സും
ഒക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വെള്ളം, പിന്നെന്താ പാർപ്പിടം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് എക്സിസ്റ്റൻസ്. 6 എന്ന് പറയുമ്പോൾ എന്താ റിലേറ്റഡ്നെസ്, നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സോഷ്യലി ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം അല്ലെ, വീട്ടുകാര്, കുടുംബക്കാര്, നാട്ടുകാര്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ പാർട്ട്ണർ, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ലവർ, വൈഫ്, ഹസ്ബൻഡ്, ഇങ്ങനെ എന്ത് ചെയ്യും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻ വേണം, റിലേറ്റഡ്നെസ് വേണം. പിന്നെ അടുത്തതാണ് ഗ്രോത്ത് തിയറി. അപ്പൊ ഇതൊക്കെയാണ് ആൾഡർ ഫ്രണ്ട്സിന്. അപ്പൊ അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിനെ ഒന്നും കൂടെ ചുരുക്കി തിയററ്റിക്കലി ഫോം ആക്കിയതാണ് എന്ത് ആൾഡർ ഫ്രണ്ട്സിന്റെ ERG തിയറി. ഓക്കെ, പിന്നെ അടുത്തതാണ് ഹെയ്സ്ബർഗ്സിന്റെ 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ഡുവൽ ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഡുവൽ ഫാക്ടർ തിയറി പറയുന്നത് എന്താണ്? 2 ഫാക്ടേഴ്സ് ആണ് ബേസിക്കലി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഹൈജീൻ ഫാക്ടറും രണ്ടാമത്തത് മോട്ടിവേഷണൽ ഫാക്ടറും. ഹൈജീൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളാണ്. അതായത് ചിലപ്പം എന്താ പറയാ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഹൈജീൻ ഫാക്ടറിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും ഹൈജീൻ ഫാക്ടർ അല്ലെ. അത് ഹൈജീൻ ഫാക്ടറിൽ വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിമോട്ടിവേറ്റഡ് ആവും. പക്ഷെ ഉണ്ടെങ്കിൽ നമ്മൾ മോട്ടിവേറ്റഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഇൻഷുറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ലൈഫ് ഇൻഷുറൻസ് തരുന്നു നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ പഠിക്കുന്ന സ്കൂള്, നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് തരും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങളെ ആ ഒരു ആക്സിഡന്റിനുള്ള സംഭവങ്ങൾ, നിങ്ങൾക്കുള്ള ക്യൂറിന് ആവശ്യമുള്ള കാര്യങ്ങൾ ആര് തരും? കമ്പനി തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റഡ് ആകുന്നു അല്ലെ. അങ്ങനെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ഇവിടെ തന്നെ വർക്ക് ചെയ്യാം, അവിടെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഹൈ സാലറി, അച്ചീവ്മെന്റ്, പ്രൊമോഷൻ, റെസ്പോൺസിബിലിറ്റി, റെക്കഗ്നിഷൻ, ഇത്തരം കാര്യങ്ങൾ. അതാണ് ഹെയ്സ്ബർഗ്സിന്റെ 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ഡുവൽ ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഹൈജീൻ ഫാക്ടർ, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. അടുത്തതാണ് മെക്ലെലാൻഡിന്റെ അക്വയർഡ് നീഡ് തിയറി. 3 നീഡ്സ് ആണ് ബേസിക്കലി മനുഷ്യന് ആവശ്യമായിട്ടുള്ളതാണ് ആര് പറയുന്നത്, മെക്ലെലാൻഡ് പറയുന്നത്. ഒന്ന് നീഡ് ഫോർ അച്ചീവ്മെന്റ്, ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വിജയിക്കാനുള്ള ഒരു ആവശ്യകത അല്ലെ. രണ്ടാമത്തേതാണ് നീഡ് ഫോർ അഫിലിയേഷൻ, 4 അംഗീകരിക്കാനുള്ള ആവശ്യകത. മൂന്നാമത്തേത് നീഡ് ഫോർ പവർ. അപ്പൊ ഈ 3 നീഡ്സ് ആണ് മനുഷ്യന് മോട്ടിവേഷൻ നൽകുന്നു എന്നുള്ളതാണ് ആര് പറയുന്നത്, മെക്ലെലാൻഡ് അക്വയർഡ് നീഡ്സ് തിയറി പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് തിയറീസ്. മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ട ഭാഗമാണ് എന്ത്, തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് തിയറീസും ഉണ്ട്, പിന്നെ അതുപോലെ പ്രോസസ് തിയറീസും ഉണ്ട്. പ്രോസസ് തിയറീസിന്റെ ഡ്രൈവ് തിയറീസ് ഉണ്ട്. ഓക്കെ, എനിക്ക് അത് കറക്റ്റ് അതിന്റെ ടേം ഓർമ്മയില്ല. 2 ടൈപ്പ് ഓഫ് തിയറീസ് ഉണ്ടെന്നാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഇനി ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുന്നു. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കുന്ന സമയത്ത് ഇമോഷൻ അല്ലെ. നമ്മൾ ഇമോഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ഡീൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഇമോഷൻ. എവിടെയാണ് ഇമോഷൻ അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ആളുകൾ ഒന്നുകൂടെ മൈൻഡ് തെറ്റി കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് മൂഡ് സ്വിങ്സ് ആണ് അല്ലെ, ഞാന് ഡിപ്രഷൻ ആണ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണ്, അങ്ങനെ പറയാം. ഇപ്പൊ ട്രെൻഡാണ്. സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡിപ്രഷൻ ആണെന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്. അത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ എന്തോ വലിയ അസുഖം ബാധിച്ച പോലെയാണ്. അത് പറഞ്ഞാൽ ഓക്കെ സെറ്റാണ്. പക്ഷെ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് എത്ര വലിയ ടേമാണെന്ന് അറിയും. സോ അപ്പൊ അത് ഡീൽ ചെയ്യുന്ന സംഭവമാണ് അടുത്ത നമ്മൾ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്, ഇമോഷൻ. ഇമോഷനെ കുറിച്ചിട്ട് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇമോഷൻ, ഇമോഷന്റെ ഡെഫിനിഷൻ, നേച്ചർ, അതിന്റെ ടൈപ്സ്, എങ്ങനെയാണ് ഒരു ഇമോഷണൽ പ്രോസസ്സ് നടക്കുന്നത്, അതിന് ആവശ്യമായിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ്, പിന്നെ 2 കാര്യങ്ങൾ ഇമോഷനും മൂഡും അത് തമ്മിലുള്ള ഡിഫറൻസ്, അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, സിമിലാരിറ്റി, ഡിഫറൻസ്, അത് ഇമോഷൻ, മൂഡ്. രണ്ടാമത്തേതാണ് ഇമോഷൻ, ഫീലിംഗ്. ഈ 3 ടേമുകളാണ് ആദ്യം മനസ്സിലാക്കുക. ഇമോഷൻ വേറെയാണ്, മൂഡ് വേറെയാണ്, ഫീലിങ്സ് വേറെ. പിന്നെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള സാധനം തിയറീസ് ഓഫ് ഇമോഷൻ ആണ്. ഓക്കെ, തിയറീസ് ഓഫ് ഇമോഷൻ. പിന്നെ അടുത്ത് മാനിഫെസ്റ്റേഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ഇമോഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, സോ ഇതില് ടൈപ്സ് ഓഫ് ഇമോഷൻ നോക്കുക, കോമ്പണൻസ് ഓഫ് ഇമോഷണൽ പ്രോസസ് നോക്കുക, പിന്നെ ഈ പറഞ്ഞതുപോലെ ഇമോഷനും മൂഡും ഇമോഷനും ഫീലിംഗും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ തിയറീസ് ഓഫ് ഇമോഷൻ. തിയറീസ് ഓഫ് ഇമോഷൻസ് ഫസ്റ്റ് പ്രിഫറൻസ് ആണ്, അത് പഠിക്കാം. ക്വസ്റ്റ്യൻസ് നോക്കാം. ചാപ്റ്ററിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ്, കോമ്പണൻസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇമോഷൻ. നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ ആ ഒരു ഭാഗം, ഇമോഷൻ എന്താണ്, അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നൊക്കെയുള്ള സംഭവങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിസ്കസ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആൻഡ് കോമ്പണൻസ് ഓഫ് ഇമോഷണൽ പ്രോസസ്. അതും ഏകദേശം ഈ പറഞ്ഞതുപോലത്തെ അങ്ങനത്തെ ഒരു ഭാഗമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡിസ്കസ് തിയറീസ് ഓഫ് ഇമോഷൻ. യെസ്, തിയറീസ് ഓഫ് ഇമോഷൻ. പിന്നെ അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇമോഷൻ ആൻഡ് മൂഡ്, ഇമോഷൻ ആൻഡ് ഫീലിംഗ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു ചെറിയൊരു ഡിഫറൻസ് ആണെങ്കിൽ കൂടെ അത് ഡിഫറൻസ് തന്നെയാണ്. ചാപ്റ്ററിലേക്ക് വരാം. ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഇമോഷൻ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇമോഷൻ
ഇമോഷൻസ് ക്യാൻ ഓൾസോ ബി ടേംഡ് ആസ് മോട്ടിവേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ഒരു മനുഷ്യന്റെ ഹ്യൂമൻ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമോഷനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. പിന്നെ ഇമോഷനെ കുറിച്ച് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. റോസൻബർഗ് ആണെങ്കിലും പിന്നെ സിംബാർഡ് ആണെങ്കിലും പിന്നെ അവിടെയൊക്കെ കൊടുത്തിട്ടുള്ള കുറച്ച് ഇമോഷന്റെ തിയറീസ് ഡെഫിനിഷൻസ് ഉണ്ട്. അത് ജസ്റ്റ് നോക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ഇമോഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് ബേസിക് ഇമോഷൻ ഉണ്ട്, പിന്നെ സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് ഉണ്ട്. ബേസിക് ഇമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ എല്ലായിടത്തും പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇമോഷൻ, ആങ്കർ, ഫിയർ, പിന്നെ ഹാപ്പി, സാഡ്, പിന്നെ ഡിസ്ഗസ്റ്റ്, പിന്നെ സർപ്രൈസ്, ഇങ്ങനത്തെ കുറച്ച് ഇമോഷൻസ് ആണ് ബേസിക് ഇമോഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സെൽഫ് കോൺഷ്യസ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ആക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ റിഫ്ലക്ട് ചെയ്യുന്ന കുറച്ച് ഇമോഷൻസ്. ഓക്കെ, ഇനി ഇമോഷണൽ പ്രോസസ്സിൽ അല്ലെ, ഒരു ഇമോഷൻ പ്രോസസ്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമുക്ക് തിയറീസ് ആണ് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്. സോ ഇമോഷണൽ പ്രോസസ്സിൽ വരുന്ന കോമ്പണൻസ് എന്തൊക്കെയാണ്? ഒന്ന് കോഗ്നിറ്റീവ് അപ്രൈസൽ അല്ലെ. കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ ഇപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോ നമ്മൾ നല്ലൊരു പ്രവൃത്തി ചെയ്തില്ലേ, അതിരാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് അടിച്ചെഴുതി തുടച്ചു. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അപ്രൈസൽ ഉണ്ട്. നമ്മൾ നാലാൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉമ്മച്ച് നല്ലത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോഗ്നിറ്റീവ് അപ്രൈസൽ ഉണ്ട്. അപ്പൊ അതൊരു ഇമോഷണൽ പ്രോസസ് ആണ് സംഭവിക്കുന്നു. പിന്നെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, പിന്നെ തോട്ട് ആൻഡ് ആക്ഷൻ ടെൻഡൻസീസ്, ഇന്റേണൽ ബോഡിലി ചേഞ്ച് അല്ലെ. ഇന്റേണൽ ബോഡിലി ചേഞ്ചിന് എക്സാമ്പിൾ എന്താണ്? ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ബ്രീത്ത് റേറ്റ് കൂടും എന്നുള്ളത്. ഓക്കെ, പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ആവശ്യമില്ല, റെസ്പോൺസ് ടു ഇമോഷൻ. ഇനി നമ്മൾ പറഞ്ഞുള്ള ഒരു കാര്യമാണ് ഇമോഷനും മൂഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും ഇമോഷനും ഫീലിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതും വളരെ ഡീറ്റെയിൽ ആയിട്ട് 2 ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ പഠിച്ചു പോവാം. ഇമോഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കോസ് ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പം അടി കിട്ടിയതിന്റെ പുറത്തായിരിക്കും നമുക്ക് സങ്കടം വരിക അല്ലെ, അല്ലെങ്കിൽ ചീത്ത പറഞ്ഞതിന് പുറത്തായിരിക്കും നമുക്ക് ദേഷ്യം വരിക, സമ്മാനം കിട്ടിയതിന് പുറത്തായിരിക്കും നമുക്ക് സന്തോഷം വരിക. അങ്ങനെ എന്തെങ്കിലും ഒരു കോസ് ക്ലിയർ ആയിരിക്കും എന്തിന്റെ കാര്യത്തിൽ, ഇമോഷന്റെ കാര്യത്തിൽ. പക്ഷെ മൂഡ് അങ്ങനെയല്ല. മൂഡ് ചിലപ്പോൾ എന്ത് ചെയ്യും, നല്ല ചിയർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ കൂടെ ഇന്ന് ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷെ നാളെ എന്ത് ചെയ്യും, ചിലപ്പം നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം റീസൺ ഉണ്ടാവാതിരിക്കാം. അതൊരു ഫ്ലോട്ടിംഗ് സ്റ്റേജ് ആണ് മൂഡ്. പിന്നെ ഇമോഷൻ എന്താണ്, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. മൂഡ് കമ്പാരിറ്റീവ്ലി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും അല്ലെ. പിന്നെന്താ കാരണം, ഇമോഷൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ അമ്മ നല്ലത് പറഞ്ഞു അല്ലെങ്കിൽ അമ്മ നല്ലത് പറഞ്ഞു, അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒന്ന് കയറി വന്ന് അച്ഛൻ കൊലച്ചീത്ത പറയും, നമുക്ക് എന്ത് ചെയ്യും, ആ സന്തോഷമാണ് പോകും വിത്തിൻ. അല്ലെങ്കിൽ അച്ഛൻ പറയും ഞാൻ വന്നിട്ട് തന്നെ കാണിച്ചുതരാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പേടി വരും അല്ലെ. അപ്പൊ ഇമോഷൻ എന്താണ്, കമ്പാരിറ്റീവ്ലി ലോവറാണ്. പക്ഷെ ആ സ്ഥാനത്ത് മൂഡ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് കോസ് ഒന്നും കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതൊരു ഫ്ലോട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് എന്തായിരിക്കും, കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് ഒരു 4 പോയിന്റ്സ് പ്രത്യേകിച്ച് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമോഷൻസ് ആൻഡ് ഫീലിംഗിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഇമോഷൻ, ഇത് രണ്ടും ഒരു എഫക്റ്റീവ് പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇമോഷനും ഫീലിംഗും അല്ലെ. നമുക്കിങ്ങനെ ഒറ്റയടിക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റൂല. കുറെ കോമ്പണൻസ് വെച്ചിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഇപ്പോ ഇമോഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടൊരു പ്രോസസ്സാണ് നമ്മൾ തലച്ചോറ് നടക്കുന്നത്. പക്ഷെ ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സാണ്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ അമ്മ അല്ലെങ്കിൽ ഉമ്മ നമ്മളോട് നല്ലത് പറഞ്ഞു, അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമില്ല, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടി, അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. ഈ സന്തോഷം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതാണ് ഫീലിംഗ് അല്ലെ. സർപ്രൈസ് കിട്ടിയാൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാധനം, അതാണ് ഫീലിംഗ്. പക്ഷെ അതിനുശേഷം സംഭവിക്കുന്ന ഒരു ഓവറോൾ സാധനമാണ് ഇമോഷൻ അല്ലെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒറ്റയടിക്ക് എന്താ പറ്റില്ല, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നതാണ് ഇമോഷൻ ഇന്നതാണ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കുറച്ച് കോമ്പണൻസ് വെച്ചിട്ടാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാൻ നിങ്ങളുടെ എക്സാം ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമോഷന്റെ ഫംഗ്ഷൻസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അത്ര ഇമ്പോർട്ടന്റ് അല്ല. തിയറീസ് ഓഫ് ഇമോഷൻ അടുത്ത ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗം. നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് തിയറീസ് ഓഫ് ഇമോഷൻ. ബേസിക്കലി ഇതില് 1, 2, 3, 4, 5 തിയറീസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് തിയറി നോക്കാം, ജെയിംസ് ലാങ് തിയറി ആണ് കേട്ടോ. ജെയിംസ് ലാങ് തിയറിയാണ്, വില്യം ജെയിംസും കാൾ ലാങ്ങും കൂടെ കൊണ്ടുവന്നിട്ടുള്ള തിയറിയാണ് ഇമോഷൻ, ജെയിംസ് ലാങ് തിയറി ഓഫ് ഇമോഷൻ. അതായത് മൂപ്പര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ആദ്യം ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ആദ്യം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ് സംഭവിക്കുക. ഈ ഫിസിയോളജിക്കൽ ചേഞ്ച് കാരണമാണ് നമുക്ക് ഇമോഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ആര് പറയുന്നത്, ജെയിംസ് ലാങ് തിയറി പറയുന്നത്. തിയറി മാറിപ്പോവരുത്, നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വീണ്ടും ഇത് പറയുന്നത്. അത്രയും ഉറപ്പിച്ച് കാര്യങ്ങൾ പഠിക്കുക. കാരണം ജെയിംസ് ലാങ് തിയറിയും കാനോൺ ബാർഡ് തിയറിയും
ഷാറ്റർ സിംഗർ തിയറി ഏകദേശം സിമിലർ ആണ്. നിങ്ങൾക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസസ് വളരെ നല്ലോണം ഉണ്ട്. സോ ജെയിംസ് ലാംഗ് പറയുന്നത് എന്താണ്? ഒരു ഇവന്റ് നടന്ന് ആ ഇവന്റിന് ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് നടന്നതിന് ശേഷമാണ് നമുക്ക് ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു പാമ്പിനെ കണ്ടു, അതൊരു ഇവന്റാണ്. അപ്പൊ പാമ്പിനെ കണ്ടതിന് ശേഷം നിങ്ങളെ ബ്രീത്ത് കൂടുന്നു, നിങ്ങൾ പേടിക്കുന്നു, നിങ്ങളെ ബ്ലഡ് ഫ്ലോ കൂടുന്നു, നിങ്ങളെ ഹാർട്ട് റേറ്റ് കൂടുന്നു. ഇതൊക്കെ സംഭവിച്ചതിന്റെ പുറത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പേടി എന്ന് പറയുന്ന ഒരു ഇമോഷൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നതാണ് ആര് പറയുന്നത്? ജെയിംസ് ലാംഗ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണ്ടല്ലോ. ഒരു ഇവന്റ് നടക്കുന്നു, ആ ഇവന്റുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും റെസ്പോൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചതിന്റെ പുറത്താണ് നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് ആര് പറയുന്നത്? ജെയിംസ് ലാംഗ് തിയറി പറയുന്നത്. കാനോൺ ബാർഡ് തിയറി പറയുന്നത് ഒരു സ്റ്റിമുലസ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു ഇവന്റ് സംഭവിച്ചാൽ ഇത് രണ്ടും ഒപ്പാണ് നടക്കുക എന്നാണ് ആര് പറയുന്നത്? കാനോൺ ബാർഡ് തിയറി പറയുന്നത്. ഓക്കെ, വാൾട്ടർ കാനോണും ഫിലിപ്പ് ബാർഡുമാണ് തിയറി കൊണ്ടുവന്നത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പാമ്പിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. നമ്മളൊരു പാമ്പിനെ കാണുന്നു, പാമ്പിനെ കാണുമ്പോൾ ഒരേ സമയം രണ്ടും ഒപ്പാണ് നടക്കുന്നത്. നമ്മളെ ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്രീത്ത് ഫാസ്റ്റ് ആവുന്നു, അതേസമയം തന്നെ നമുക്ക് പേടി എന്ന് പറയുന്ന ഇമോഷൻ എക്സ്പീരിയൻസ് ആവുന്നു. ഓക്കെ, അതാണ് കാനോൺ ബാർഡ് തിയറി പറയുന്നത്. പിന്നെ ഷാറ്റർ സിംഗർ തിയറി പറയുന്നത് എന്താണ്? ഷാറ്റർ സിംഗർ പറയുന്നത് ഒരു മിനിറ്റോ, ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ, സോ ഷാറ്റർ സിംഗർ തിയറി എന്താണ് പറയുന്നത്? സ്റ്റാൻലി ഷാറ്ററും അതുപോലെ ജെറോം ഇ സിംഗറും ആണ് ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. തിയറി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇമോഷൻസ് എക്സ്പീരിയൻസ് ആർ ഐഡന്റിഫൈഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ ഓഫ് ദി എൻവിറോൺമെന്റ് ആൻഡ് ബൈ കമ്പയറിംഗ് ദംസെൽസ് വിത്ത് അതേഴ്സ്. ഇപ്പോ ഒരു സംഭവം നടന്നു, ഇപ്പൊ പാമ്പിനെ തന്നെ എടുക്കാം. അപ്പൊ പാമ്പിനെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പാമ്പിനെ കണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിയർ ആയിട്ടുള്ള ഒരു സാധനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു എൻവിറോൺമെന്റ് ഒബ്സർവ് ചെയ്യാണ് ചെയ്യുക. എന്നിട്ട് മറ്റുള്ള ആളുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഏത് ഇമോഷനാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പാമ്പിനെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ആളുകളും പേടിക്കുന്നു അല്ലെ? പാമ്പിനെ കണ്ടപ്പോൾ ഇതിന്റെ കൂടെ 2-3 ആളും വിചാരിക്കുക, അല്ലെങ്കിൽ ആ ഒരു എൻവിറോൺമെന്റ് ഒബ്സർവ് ചെയ്യും മൊത്തത്തില് അല്ലെ? അങ്ങനെയാണ് നമുക്ക് ഇമോഷൻ എക്സ്പീരിയൻസ് ആവുന്നു എന്നുള്ളതാണ് ആര് പറയുന്നത്? ഷാറ്റർ സിംഗർ തിയറി പറയുന്നത്. പിന്നെ അടുത്തതാണ് ഒപ്പോണന്റ് പ്രോസസ് തിയറി. ഒപ്പോണന്റ് പ്രോസസ് തിയറി എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു റിയാക്ഷൻ അതാണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സാധനത്തിനോട് എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ അതാണ് ഓപ്പോണന്റ് പ്രോസസ് തിയറി എന്ന് പറയുന്നത്. ഓപ്പോണന്റ് അല്ലെ, ഓപ്പോസിറ്റ് റിയാക്ഷൻ അത് പ്രോസസ് ചെയ്തെടുക്കുന്ന തിയറി, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. പിന്നെ കൊഗ്നിറ്റീവ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ എന്ന് പറയും. കൊഗ്നിറ്റീവ് അപ്രൈസൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൊഗ്നിറ്റീവ് ലെവലില് എന്തെങ്കിലും തരത്തിലുള്ള അപ്രൈസൽ സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഇമോഷൻ, നമുക്ക് അങ്ങനെയാണ് ഇമോഷൻ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്? ലെസാറസ്. കൊഗ്നിറ്റീവ് അപ്രൈസൽ തിയറി ഓഫ് ഇമോഷൻ പറഞ്ഞതാരാണ്? ലെസാറസ്. അപ്പൊ ഈ 5 തിയറീസ് ആണ് തിയറീസ് ഓഫ് ഇമോഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ഭാഗം പറയുന്നത് എങ്ങനെയാണ് ഇമോഷൻ മെഷർ ചെയ്യാന്നുള്ളതും ഇമോഷൻ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളതുമാണ്. പിന്നെ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടന്റ് അല്ല പറയുന്നത്. സോ ഓവറോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പുസ്തകത്തിൽ, ഈ ഒരു സബ്ജക്റ്റിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് സൈക്കോളജി ഉണ്ടായത്, അതിന്റെ ഡെഫിനിഷൻ, സൈക്കോളജി എങ്ങനെയാണ് സയൻസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത്, പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. പിന്നെ ആസ് എ സൈക്കോളജിസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പെർസെപ്ഷൻ, മെമ്മറി, തിങ്കിങ്, ലേണിംഗ്, പിന്നെ ഇമോഷൻ, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓവർ ടൈം ഡിലേ ആയിട്ടില്ല, 9:20 ആയിട്ടുള്ളൂ. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? സംസാരിക്കാം. ക്ലാസ്. താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദിച്ചോളൂ.
ഒരു 9:30 ആകുമ്പോഴത്തേന് ഇരിക്കാം. ഞാൻ ഇരിക്കാൻ സമയം പ്രശ്നമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആവാനോ ക്ലാരിഫൈ ചെയ്യാനോ